السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ഈ ഹനഫി മദ്ഹബിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഗുഹ്യസ്ഥാനം തൊടൽ, അത് ലാഹിറിൽ കാണുന്നതാണ്. ഈ തുമഇനീനത്ത്, അതിപ്പോ ഹനഫി മദ്ഹബില് 3 തുമഇനീനത്ത് ഒരു ഫർളായിട്ടാണ് കാണുന്നത്. അതനുസരിച്ച് ഏതൊരു ഹനഫി ഇമാമിനെ ലാഹിറിൽ നോക്കുമ്പോൾ തുടരാൻ സാധ്യതയില്ല, ഉറപ്പാണ്. അവർ തുമഇനത്ത് തീരെ ഉണ്ടാകുന്നില്ല. ഈ സന്ദർഭത്തില് ഇമാമിന്റെ കൂലി കിട്ടാൻ വേണ്ടി ആ ഹനഫി ഇമാമിനെ തുടരുകയും തുമഇനീനത്തില്ലാത്തതിന്റെ കാരണം കൊണ്ട് അയാള് റുക്കുവിൽ പോകുന്ന സമയത്ത് മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്ത് ഒറ്റക്ക് നിസ്കരിച്ചാൽ മതിയോ? കാരണം അതുവരെയുള്ള ജമാഅത്തിന്റെ കൂലി കിട്ടുമല്ലോ. തുമഇനത്ത് എന്തായാലും ഹനഫി മദ്ഹബിൽ ഉണ്ടാവില്ല. അവിടെ വെച്ച് മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്ത് ഒറ്റക്ക് നിസ്കരിച്ചാൽ മതിയാവുന്നാണ് ചോദ്യം. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. നിങ്ങളാ പറഞ്ഞത് ശരിയല്ല എന്നതാണ് ഒന്നാമത് പറയാനുള്ളത്. തുമനീനത്ത് ചെയ്യാൻ പാടില്ല എന്ന് ഹനഫി മദ്ഹബിൽ എവിടെയില്ല. തുമനീനത്ത് ഏത്തിദാരിലും ഇടയിലെ ഇരുത്തത്തിലും സുന്നത്താണ് എന്ന് ഹനഫി മദ്ഹബ്. അതറിയുന്ന ആളുകൾ തുമനീനത്ത് എടുക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത പൊട്ടന്മാരാകുന്ന ജാഹിലീങ്ങൾ മഹാഭൂരിപക്ഷം ഷാഫി മദ്ഹബിലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഷാഫി മദ്ഹബിനേക്കാൾ കൂടുതൽ വിവരമില്ലാത്ത ആളുകൾ, ഈ വടക്കേ ഇന്ത്യക്കാര്, ബംഗാളികൾ, പാകിസ്ഥാനികൾ തുടങ്ങുന്ന ആളുകളുടെ ഇടയിൽ പ്രാഥമിക ഇൽമ് കുറവുള്ളത് കൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് അത് അറിയില്ല. അപ്പൊ അവര് തീരെ തുമനീനത്ത് എടുത്തില്ലെന്ന് വരും. എല്ലാരും എടുക്കൂലെന്ന് എങ്ങനെ നമ്മൾ പറയുന്നത്? കാരണം സുന്നത്തുണ്ടല്ലോ അവർക്ക്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബില് ഫർദ് നിസ്കാരങ്ങളിൽ ഈ എത്തിദാരിലും ഇടയിലെ ഇരുത്തത്തിലും തുമനീനത്ത് സുന്നത്തുണ്ട്. തുമനീനത്ത് ഫർദില്ലാന്നേ ഉള്ളൂ. അപ്പൊ സുന്നത്തുണ്ട് എന്നുള്ള നിലക്ക് ബിസ്മി ഓതൽ അങ്ങനെയാണല്ലോ. ബിസ്മി ഓതൽ സുന്നത്തുണ്ട് എന്നുള്ള നിലക്ക് ഓതുന്ന പലരും ഉണ്ട്. എന്നാ ചിലര് സുന്നത്തല്ലേ ഉള്ളൂ എന്നുള്ള നിലക്ക് ഓതാത്തവരും ഉണ്ട്. എന്നതുപോലെ ഒരു ഇമാമ്, അയാളോട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു നോക്കിക്കൂടെ? ഇമാം എന്ന് പറഞ്ഞൊരു മനുഷ്യനാണല്ലോ. ഷാഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഒക്കെ തുമനീനത്ത് ഫർളാണ്, ഇല്ലെങ്കിൽ നിസ്കാരം തന്നെ സഹിയാവൂല. ഞങ്ങളൊക്കെ തുടരുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മദ്ഹബിലും അത് സുന്നത്തുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്താണ് റുക്കോയിലും എത്തുതാലും ഒക്കെ അല്പസമയം തുമനീനത്ത് ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടി തുടർച്ച സഹിയാകുമല്ലോ എന്ന് ഉണർത്താലോ? ഇനി ഓല മദ്ഹബിന്റെ അസ്ലിൽ സുന്നത്തും കൂടി ഇല്ലെങ്കിൽ പോലും മറ്റു മദ്ഹബുകാരുടെ മദ്ഹബിൽ വുജൂബായ ഒരു കാര്യം ഖിലാഫിന് മുറാത്ത് ചെയ്യാന്നുള്ളവർക്ക് സുന്നത്ത് പെടും. അപ്പൊ ചിലരൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് ശരിയായിരിക്കും. ചെയ്യൂല എന്ന് ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമാമിനെ പരിചയം ഉണ്ടാവും, അയാൾ ചെയ്യലില്ലേക്കാരം എന്നല്ലാതെ ചെയ്യൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാളെ നിസ്കാരം ബാത്തിലാവൂലേ? ബാത്തിലാണ് നിസ്കാരക്കാരനോട് തുടർന്നാല് നിസ്കാരം തന്നെ സഹിയാവോ? ഒരു ബെളുണ്ടാക്കുന്നതിനായിട്ടുള്ള നല്ല സംഗതി പരിഹരിക്കല്ലേ? നിങ്ങൾ പറയണപ്പോ ബെള് കെട്ടുകയെന്നാ, അയാൾ ഏതായാലും ചെയ്യൂല, എന്നാ പിന്നെ തൽക്കാലാണ് തുടരുക. അങ്ങനെ തുമനീനത്ത് ഇല്ലാതാകുന്ന സമയത്ത് അപ്പോൾ മുഫാറഖത്ത് ചെയ്യാം, അതൊരു ജാതി ബേളാ. അതിനാട്ടിലും നല്ലത് അയാൾ വെച്ചൊന്ന് സംസാരിക്കുക. അയാൾ നിങ്ങളെത്തു കാട്ടൂലല്ലോ, പോലീസ് ഉദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ, പള്ളിക്കൽ പോലെയാരല്ലേ. ഒന്ന് ബന്ധപ്പെട്ടിട്ട് പറയാ, ഇങ്ങനെ ഞങ്ങളെ 2 മദ്ഹബിലും, ഹംബലി മദ്ഹബിലായാലും ഷാഫി മദ്ഹബിലായാലും റുക്കോയിലും എത്തിദാരിലും തുമനീനത്ത് വുജൂബാണ്, ഇല്ലെങ്കിൽ ഞങ്ങളെ നിസ്കാരം സഹിയാവൂല. അപ്പൊ ഞങ്ങളൊക്കെ തുടരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ മദ്ഹബ് അനുസരിച്ചും മുറാത്ത് ചെയ്യൽ സുന്നത്താണല്ലോ. ആ നിലക്ക് അല്പസമയം ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ആവശ്യമായ ഖദർ എത്തിദാരിലും അതുപോലെ തന്നെ ഇടയിലിരുത്തത്തിലും തുമനീനത്തും ഉണ്ടാവണം, എങ്കിലേ ഞങ്ങൾക്ക് തുടർച്ച പറ്റുള്ളൂ എന്നൊന്ന് പറഞ്ഞു നോക്കി. അപ്പൊ പരിഹാരം അതാണ് പരിഹാരം. മറ്റേ ബേളാണ്, ബേള് കെട്ടലല്ല അല്ലേത്, പരിഹാരം ഉണ്ടാക്കലാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താഴെയുള്ള റുബൈസുള്ള സംബന്ധം ചോദിച്ചിരുന്നു കേട്ടോ, അങ്ങനെ വയ്ക്കരുത് ഉസ്താദെ. നേരത്തെ ഓതിയ ഒരു ഇബാറത്ത് ഫറഉൻ വലൗ ഖാമ ഇമാമുഹു ലിസിയാദത്തിൻ കഖാമിസത്തിൻ വലൗ സഹവൻ ലം അജിദ് ലഹു മുതാബഅതുഹു വലൗ മസ്ബൂഖൻ ഔ ഷാക്കൻ ഫി റകഅത്തിൻ ബൽ യുഫാരിഖുഹു, അവനെ വിട്ടുപിരിയണം എന്ന് പറഞ്ഞു. ഇത് നിർബന്ധമായ വിട്ടുപിരിയലായിരിക്കുമല്ലോ ഉസ്താദെ. പിന്നെ സല്ലിമു ഔ എന്തദറു, സലാം വിട്ടണം, അല്ലെങ്കിൽ അവനെ നോക്കി നിൽക്കണം, വെയിറ്റിംഗ് ചെയ്യണം എന്ന് പറഞ്ഞത് എങ്ങനെ ഉസ്താദ്? എല്ലാം കൂടി നടക്കുക, അത് ശരിയൊരു സംശയമുണ്ട് ഉസ്താദ്, വിശദീകരിച്ചാൽ നന്നായിരിക്കും. അടുത്ത ചോദ്യം പിന്നെ. അസ്സലാമു അലൈക്കും. എല്ലാം കൂടി ചെയ്യാനല്ലായിരുന്നു. അതേ ഇബാറത്തിന്റെ ബന്ധം മനസ്സിലാകാത്തോണ്ട് നിങ്ങൾക്ക് വന്ന കൺഫ്യൂഷനാ. ലം യജ്സു മുതാബഅതുഹു എന്ന് പറഞ്ഞ എല്ലാവർക്കും ബാധക, മനസ്സിലായില്ലേ? അതായത് അത് മുവാഫിഖായ മൗമൂമായാലും വേണ്ടിയില്ല, മസ്ബൂഖായ മൗമൂമായാലും വേണ്ടിയില്ല, ആർക്കും എന്ത് പറ്റൂല, ഈ സായിദ ഹറക്കത്തിൽ ഇമാമിനെ മുതാബഅത്ത് ചെയ്യാൻ പറ്റൂല, അതുറപ്പ്. പിന്നെ എന്ത് ചെയ്യണോന്ന്, മസ്ബൂക്കോ റക്കഅത്തിന്റെ എണ്ണത്തിൽ സംശയിച്ചവനോ ആണെങ്കിൽ മുഫാറക്കത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്വന്തം ബാക്കി നിസ്കരിക്കുക. അതേ സമയത്ത് മുവാഫിഖാണ്, ഇമാമ് തുടങ്ങിയപ്പോ കൂട്ടത്തിൽ തുടർന്ന് മുവാഫിഖാണെങ്കിൽ അയാൾക്ക് പിന്നെ വേറെ നിൽക്കിച്ചല്ലോ, അയാൾ പിന്നെ എന്താക്കുക, ഒന്നിരിക്കലും എന്താക്കുക, അപ്പൊ തന്നെ ഇമാമിനെ വിട്ടുപിരിഞ്ഞിട്ട് സലാം വീട്ടുക. അതല്ലെങ്കിൽ അയാള് അത്തയ്യാത്ത് തന്നെ കുത്തിരുന്നിട്ട് ഇമാം ഈ റക്കായത്ത് പൂർത്തിയാക്കി ഒന്ന് അത്തയ്യാത്ത് കഴിഞ്ഞ് സലാം വീട്ടുന്നത് വരെ അയാൾ ഇന്തിദാർ ചെയ്യാം. അപ്പം രണ്ടും രണ്ടായിട്ടാണ് വേറിട്ട് കണ്ടാൽ മതി. അതായത് ആർക്കും മുതാബഅത്ത് ചെയ്യാൻ പറ്റൂല. അതായത് മൗമൂമിങ്ങള് മൂന്ന് ജാതിയായിട്ട് തിരിച്ചു, മനസ്സിലായാലൂലെ? മൗമൂമിങ്ങൾ മൂന്ന് ജാതി. ഒന്ന് മുവാഫിഖായ മൗമൂ, തുടക്കത്തിൽ തന്നെ ഉള്ള മൗമൂമ്. മറ്റ് പിന്നെ തന്നെ തുടർന്ന മൗമൂമിങ്ങൾ രണ്ട് കൂട്ടര്, മസ്ബൂഖീങ്ങളായ മൗമൂമിങ്ങൾ രണ്ട് കൂട്ടര്. ഒന്ന് റക്കഅത്തിനെണ്ണത്തിലൊന്നും സംശയമില്ല, എന്താണ്, അയാള് മസ്ബൂഖാണ്, ഒരു റക്കഅത്തൂടി ബാക്കിയുണ്ടെന്ന് ഉറപ്പുണ്ട് കുട്ടികളി അയാൾക്ക്. അയാൾ ഇമാമിനെ വിട്ടുപിരിഞ്ഞിട്ട് ആ ബാക്കിയുള്ള ഒരു റക്കഅത്ത് നിസ്കരിക്കുക. വേറൊരു മൗമൂമുണ്ട്, ഇയാൾക്കൊരു സംശയം, ഞാന് ഫസ്റ്റ് റക്കഅത്തിൽ തന്നെ ഇമാമിന്റെ കൂടെ കൂടിയണോ അല്ല രണ്ടാം റക്കഅത്തിൽ. അപ്പൊ ഉദാഹരണം ഇങ്ങനെയാ, ബന്ന് തക്ബീർ കെട്ടി റുക്കൂ പോകാൻ തുടങ്ങിയപ്പോ ഇമാം ഉഴർന്നു. തുമൈനത്ത് കിട്ടിയണോ കിട്ടിയില്ല എന്ന് സംശയമാണ്, ഇയാള് ഷാക്കാണ്. തുമൈനത്ത് കിട്ടിയണമെങ്കിൽ ഇപ്പൊ ഇയാള് റക്കഅത്ത് പൂർത്തിയായിന്. തുമൈനത്ത് കിട്ടിയിട്ടില്ലെങ്കിലോ ഒരു റക്കഅത്ത് കൂടി നിസ്കരിക്കണം, പണ്ട് നമ്മൾ പറഞ്ഞല്ലോ സംശയമുള്ളോട്. അപ്പൊ ഈ സംശയം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്തായാലും ഒരു റക്കഅത്ത് എഴുന്നേൽക്കാൻ പോണം. ഈ രണ്ടാളും ഇമാമിനെ വിട്ടുപിരിഞ്ഞിട്ട് സ്വന്തം നിസ്കരിക്കാം. അതേ സമയത്ത് മുവാഫിഖായ മൗമൂമിങ്ങളോ, അയാൾ ഇമാമിനെ വിട്ടുപിരിഞ്ഞിട്ട് അപ്പൊ തന്നെ സലാം വീട്ടുക, അതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ പിന്നെ എന്താക്കുക, മുഫാറഖത്ത് ചെയ്യാതെ അവിടെ തന്നെ ഇരുന്നിട്ട് ഇമാം ആ റക്കഅത്ത് കഴിഞ്ഞ് അത്തയ്യാത്തോതി സലാം വീട്ടുമ്പോൾ കൂടെ സലാം വീട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ ആദ്യം പറഞ്ഞത് മസ്ബൂഖിനും സംശയം വന്നവനുമാണ്, പിന്നെ പറഞ്ഞ മുവാഫിഖിനാണ്. മുവാഫിഖിന് രണ്ട് രീതി, ഒന്നിരിക്കൽ അപ്പോ തന്നെ സലാം വീട്ടുക, അല്ലെങ്കിൽ ഇമാം സലാം വീട്ടുന്നവരെ കാത്തിരുന്ന് സലാം വീട്ടുക. മറ്റൊരു രണ്ടാളും അത് വഴിയുണ്ടാവും, ഒരു ഇമാമിനെ മുഫാറഖത്ത് ചെയ്ത് ബാക്കിയുള്ള നിസ്കരിച്ച് തീർക്കുക. രണ്ടും രണ്ടു വർത്തിക്കാണ്, അങ്ങനെ മനസ്സിലാക്കിയാൽ പിന്നെ പ്രശ്നമില്ല. നേരത്തെ സുഹരി ചോദിച്ച അതിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി സാറേ. ബോംബെയില് ഒരു മഹിമ പള്ളിയിൽ പോയപ്പോ അസർ നിസ്കാരത്തിന് ശേഷം കുറെ പെണ്ണുങ്ങള് അവിടെ ചരടും മറ്റും മന്ത്രിക്കാൻ വരുന്നു. ഈ ഇമാമ് എല്ലാവരിടത്തും നേരിട്ട് ചരട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. ഇത് ഔറത്ത് തൊട്ടതല്ല, സ്ത്രീകളെ തൊട്ടതാണ്. അത് നേരിട്ട അനുഭവം തന്നെയാണ്. പിന്നെ പോയി ഉളു കൊടുക്കാൻ നിസ്കരിക്കുകയും ചെയ്തു ഉസ്താദെ. അത് അങ്ങനെ സംഭവം ഉണ്ടായി എന്നുള്ളതാണ് ഉസ്താദെ. പിന്നെ മറ്റൊന്ന്, 2 ദിവസം 3 ദിവസത്തെ അപ്പുറത്തെ ക്ലാസ്സിൽ ഉസ്താദെ, ഞങ്ങൾക്ക് കൃത്യമായി ഓർക്കുന്നില്ല, അങ്ങനെയാകുമ്പോൾ തുടർച്ച സഹിയാവൂല എന്ന് പറഞ്ഞു. തുടർച്ച സഹിയാവാത്തത് കൊണ്ട് ജുമാ അല്ലാത്ത നിസ്കാരങ്ങളില് നിസ്കാരം ബാത്തിലാവും ഉസ്താദെ. തുടർച്ച സഹിയാവൂല എങ്കില്
നിസ്കാരം ബാത്തിലാവോ? അതെനിക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ല ഉസ്താദ്. ഞാൻ പിന്നീട് നാളെ വേണമെങ്കിൽ വിശദമായി ചോദിക്കാം. അസ്സലാമു അലൈക്കും. തുടർച്ച സഹിയാകാത്ത ആളോട് തുടർന്നാൽ നിസ്കാരം സഹിയാകൂല. മനസ്സിലായില്ലേ? പിന്നെ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട, ഇപ്പൊ തന്നെ നിങ്ങളാണ് മനസ്സിലാക്കിപ്പിക്കളി. കാരണം എന്താ അറിയോ, തുടർച്ച സഹിയാവൂല എന്ന് പറയുന്നിടത്തൊക്കെ നോക്കിയാൽ കാണാം മഅ്മൂമിന്റെ വിശ്വാസപ്രകാരം ഈ ഇമാമിന്റെ നിസ്കാരം സഹീഹ് അല്ലാത്ത സ്ഥലത്താണ് തുടർച്ച സഹിയാവൂല എന്ന് പറയാം. മനസ്സിലായോ? അതായത് മഅ്മൂമിന്റെ ഇത്തിഖാദ് പ്രകാരം ഇമാമിന്റെ നിസ്കാരം സഹീഹ് അല്ലാത്ത സാഹചര്യത്തിലാണ് എവിടെ നോക്കിയാലും തുടർച്ച സഹിയാവൂല എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇയാൾ തുടരുന്നു എന്ന് കരുതി നോക്കിക്കോളി. എന്നാൽ എന്താ അർത്ഥം? നിസ്കാരം സഹിയല്ലാത്ത ആള് നിസ്കാരത്തിന് പുറത്താണല്ലോ. അപ്പൊ നിസ്കാരത്തിൽ അല്ലാത്ത ഒരാളോട് തന്റെ നിസ്കാരത്തെ ബന്ധിപ്പിക്കുക എന്നാണ് ആ തുടർച്ചന്റെ അർത്ഥം. അപ്പൊ നിസ്കാരത്തിൽ അല്ലാത്ത ഒരാളോട് നിസ്കരിക്കുന്ന ഒരാളുടെ നിസ്കാരത്തെ ബന്ധിപ്പിച്ചാൽ നീ നിസ്കരിക്കുന്ന ആള് നിസ്കാരത്തിൽ അല്ലാതായി പോകുന്നു. അതാ ബാത്തിലാവും എന്നറിയണേ. നിസ്കാരം തന്നെ ബാത്തിലാകയ്യ. മനസ്സിലായോ? എവിടെ തുടർച്ച സഹിയല്ല എന്ന് പറഞ്ഞ അടുത്തൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം മഅ്മൂമിന്റെ വിശ്വാസപ്രകാരം അയാളെ നിസ്കാരം സഹിയല്ല. അതുകൊണ്ട് ആ തുടർച്ച സഹിയല്ല അറിയുന്നത്. അപ്പം മഅ്മൂമിന് വിശ്വാസപ്രകാരം നിസ്കാരം സഹീഹല്ലാത്ത ഒരാൾ നിസ്കാരത്തിന്റെ പുറത്താണല്ലോ, നിസ്കാരത്തിലല്ലല്ലോ. അങ്ങനത്തെ ഒരാളോട് അറിഞ്ഞുകൊണ്ട് ഞാൻ തുടരുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ എന്താ അർത്ഥമായി? നിസ്കാരത്തിൽ അല്ലാത്ത ഒരാളോട് ഞാൻ നിസ്കാരത്തിൽ തുടരുന്നു. അപ്പൊ അയാളെ അവസ്ഥ ഇയാൾക്ക് വരുമോന്ന്. അയാൾ നിസ്കാരത്തിലല്ല, അപ്പൊ നിങ്ങളും നിസ്കാരത്തിലല്ലാതെ നിങ്ങളെ ബാത്തിലാവും എന്ന് പറഞ്ഞതിന്റെ മായന അതാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി സാറേ, വളരെ സന്തോഷം. പക്ഷെ ഇത് പല പ്രാവശ്യം പറഞ്ഞു തന്നെയാണ് സാറേ. എന്നൊരു പ്രശ്നമുണ്ട് സാറേ. അത് ഉസ്താദിനൊരു പരിഹാരം പറഞ്ഞു തന്നാൽ മതി. ഇവിടെ മിക്ക ആൾക്കാരും തൊണ്ട അനക്കുന്നു. അസുഖമൊന്നുമില്ല, സുന്നത്തിന് വേണ്ടി തന്നെയാണ്, ജഹറാക്കാൻ വേണ്ടി, സൂറത്തുകൾ പോലെയുള്ള അല്ലെങ്കിൽ ഫാത്തിഹ പോലെയുള്ള സുന്നത്തായ കാര്യങ്ങൾക്ക് വേണ്ടി. മറ്റൊന്ന് സുജൂദിന്റെ ചെയ്യുമ്പോൾ ഈ തട്ടം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സുജൂദ് ചെയ്യുന്നു. മാലിക് മദ്ഹബിൽ ചെറിയ ഒരു ഒറ്റ റൗണ്ട് ആണെങ്കിൽ പറ്റും, വലിയ തലയെക്കെട്ട് പോലെ ഇത് പറ്റൂല എന്നൊക്കെയും പറയുന്നു ഉസ്താദെ. കാലാണെങ്കിൽ വിരല് സുജൂദിൽ നേരെ വെക്കുന്നുമില്ല, തലയാണ് വെക്കുന്ന ഉസ്താദെ. റമളാൻ മാസമാണ് വരുന്നത്. നല്ല നല്ല മാസവും ജമാഅത്ത് ഒഴിവാക്കുന്നതിനാണ് ഇപ്പോൾ രക്ഷയില്ല. അപ്പൊ ഇതിൻ അൽ ഇൻഫറാദ് ഹഫ്ളു അല്ലയോ ആക്കണം ഉസ്താദ്. അല്ല എന്തെങ്കിലും വല്ല ഒജുഹ് ഉണ്ടോ? ഒജുഹ് ചോദിക്കുമ്പോൾ ഉസ്താദിന് ചൂടാവും. എന്നാലും തിരക്കല്ല, ഇത് അമല് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇമാമ് മഅ്മൂമിന്റെ വിശ്വാസപ്രകാരം നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ ആ തുടർച്ച സഹിയാവൂല. ഉടനെ മുഫാറഖത്ത് ചെയ്യാതിരുന്നാൽ നിസ്കാരം തന്നെ ബാത്തിലാവും. അപ്പോ ഇമാമിന്റെ ഇത്തിഖാദ് അല്ല നോക്കണത്, മഅ്മൂമിന്റെ ഇത്തിഖാദാണ്. അതാണല്ലോ പ്രശ്നം. അപ്പൊ നെറ്റി തീരെ നിലത്ത് പറ്റിയിട്ടില്ല, മറയാണെന്ന് ഉറപ്പാണെങ്കിൽ ഷാഫി മദ്ഹബുകാർക്ക് തുടർന്നാ നിസ്കാരം സഹിയാവൂല, നിസ്കാരം ബാത്തിലാവും. 20 അല്ല പോവുക, മൊരടെ പോവും. ജമാഅത്ത് സംബന്ധമായ കറാത്തൊക്കെ ആണെങ്കിൽ 27 ദർജേ പോവുള്ളൂ, നിസ്കാരം സഹിയാവും. ഇവിടെ അതല്ല, നിസ്കാരത്തിന്റെ മൊരടെ തന്നെ പോവും. തീരെ നിസ്കാരം ഇല്ലാണ്ടക്കായ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോറും ചക്കയിലും ഒട്ടിന്ന് അറിഞ്ഞേക്ക് എപ്പോഴെങ്കിലും ഉള്ള പേരിന് കരിച്ചണോ ഒറ്റയ്ക്ക് കരിച്ചണോ ഇല്ലാണ്ടാകണ കോലാണ്. അതേ സമയത്ത് ഈ കാലിന്റെ വിരല് വെക്കുക, അതുപോലെ തന്നെ കൈ വെള്ള വെക്കുക എന്നൊക്കെ പറയുന്നത് വുജൂബാണെങ്കിൽ പോലും ഷാഫി മദ്ഹബിൽ തന്നെ അതിന് ന്യായങ്ങളുണ്ട്. ഇങ്ങനെ ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഅ്തമദാക്കിയ അനുസരിച്ച് നെറ്റിത്തടം വെക്കലേ വുജൂബുള്ളൂ, മറ്റ് അവയവങ്ങളൊക്കെ സുന്നത്തേ ഉള്ളൂ. ഷാഫി മദ്ഹബ് അല്ലാത്ത എല്ലാ മദ്ഹബിലും അത്ര തന്നെ ഉള്ളൂ. നെറ്റിത്തടം വെക്കലേ ഫർളുള്ളൂ,
ബാക്കിയൊക്കെ സുന്നത്താ. അപ്പൊ അത് നമുക്ക് ഒപ്പിക്കാം. നബി ഇമാമിന്റെ മുഅ്തമദ് അനുസരിച്ച് 7 അവയവം വെച്ചെങ്കിലേ സഹിയാവൂ എന്നതാണെങ്കിൽ പോലും നബി ഇമാം കഴിഞ്ഞ ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രഗത്ഭനായ ഇമാമാണല്ലോ റാഫി ഇമാം. ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ത്വരീഖ് എടുത്താല് നെറ്റിത്തടം വെക്കലേ വുജൂബുള്ളൂ. അപ്പൊ കാല് വെക്കണമൊക്കെ അങ്ങനെ ഒപ്പിക്കാം. അതുകൊണ്ട് ഷാഫി മദ്ഹബിൽ തന്നെ അങ്ങനെ ഒരു വജ്ഹ് ഉള്ളത് കൊണ്ട് ഇഹ്തിമാൽ ചെയ്യാം. എന്നാൽ മറയിൽ തീരെ നെറ്റിത്തടം നിലത്ത് പറ്റാതെ മറയോട് കൂടി വെച്ചാൽ ഇങ്ങനെ ഒരു വജ്ഹില്ല. അപ്പോ ഇവിടെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിടത്തോളം ഇമാമിങ്ങൾ നിസ്കാരത്തിൽ പ്രവേശിക്കാൻ പോകുന്നത് വരെ നെറ്റി മറക്കുമെങ്കിലും നിസ്കാരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഈ നെറ്റി തുറക്കുന്നുണ്ട്. സലാം വീട്ടിയാൽ ഉടനെ രണ്ടാമത് വീണ്ടും നെറ്റിയിലേക്ക് തൊപ്പി താഴ്ത്തിയിടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇവിടെയൊക്കെ ചെയ്യല്. അത് ചെയ്യാത്ത വളരെ ചുരുക്കം ഒറ്റപ്പെട്ട ചില ഗ്രാമപ്രദേശങ്ങളിലെ ഇമാമുകൾ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ ടൗൺ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ഇമാമിയങ്ങള് ഈ മുറാത്ത് ചെയ്തുകൊണ്ടാണത്. ഇത് ഖിലാഫിന് മുറാത്ത് ചെയ്തുകൊണ്ട് നമ്മളെ മദ്ഹബിൽ നെറ്റിയിൽ മറയുണ്ടായാൽ തുടർച്ച നിസ്കാരം സയ്യാവില്ല എന്നതുകൊണ്ട് നിസ്കാരത്തിലേക്കാണ് തക്ബീർ കെട്ടുമ്പോ അല്ലെങ്കിൽ തക്ബീർ കെട്ടിയതിനു ശേഷം നെറ്റിത്തടം മറയില്ലാതെ ആക്കി സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ രണ്ടാമത് നെറ്റിത്തടം മറക്കുന്ന ഒരുപാട് ഇമാമിങ്ങളുണ്ട്. അങ്ങനെ ചെയ്യുന്നോടത്ത് ഒരു കുഴപ്പമില്ല. നെറ്റിത്തടം നിരത്തി വെച്ചാൽ സുജൂദ് സഹിയായല്ലോ. ബാക്കിയുള്ളതിന് ചെറിയ അളവുകൾ പറഞ്ഞേക്കന്നെ റാഫി ഇമാമിന്റെ ത്വരീഖ് എടുത്താൽ ബാക്കിയുള്ളതിന് അളവാണ്. അതേ സമയത്ത് ഒരു ഇമാമ് നെറ്റിത്തടം തീരെ മറച്ചിട്ടാണ് ഒറ്റപ്പൊടി നിലത്ത് തട്ടിയിട്ടില്ല എന്ന് കണ്ടാൽ അവിടെ തുടരാൻ പാടില്ല, നിസ്കാരം സഹിയാവില്ല. തൊണ്ട അനക്കുന്നോടത്തൊക്കെ പല വഴിയുണ്ട്. അല്ലൂരെ ചെയ്യാതിരിക്കലാണ് നല്ലതെങ്കിലും അറിയാതെ അയാൾ മനഃപൂർവ്വമായിക്കൊള്ളുന്നില്ലല്ലോ. അതങ്ങനെ ശീലമായതുകൊണ്ട് ചിലപ്പോ അങ്ങനെ വന്നു പോകുന്നതും ആവാം. അതുപോലെ തന്നെ ഹറഫുകൾ വെളിവാകാത്ത തൊണ്ടനക്കലുണ്ട്. വെറും ഒച്ച പോരാ, മനസ്സിലായില്ലേ? ഹറഫുകൾ വെളിവാകുന്ന നിലക്കുണ്ടെങ്കിലാണ് ബാത്തിലാകുക. അപ്പൊ ഹറഫുകൾ വെളിവാകാതെയോ അല്ലെങ്കിൽ തന്നെ അയാൾ മനഃപൂർവ്വം അല്ലാതെ ആവാനും സാധ്യതയുള്ളത് കൊണ്ട് ലാഹിർ അനുസരിച്ചിട്ട് ബാത്തിലായിട്ടില്ല എന്ന് വെക്കാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് പറഞ്ഞു ഇത് മസ്ബൂക്കിന്റെ നിസ്കാരം ശരിയാവൂല. അത് എനിക്ക് മനസ്സിലാത്തോണ്ടാണ് ഉസ്താദ് ദേഷ്യം പിടിച്ചൊക്കെയല്ല. അത് എങ്ങനെയാണ് ശരിയാകാത്തത്, എന്തുകൊണ്ടാണ് അത് മനസ്സിലാകാൻ വേണ്ടിക്ക് ഞാൻ പേടിയെ കേട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. എവിടെ പൈസ ഉള്ളത്? ഏത് മസ്ബൂക്കിനെ പറ്റിയാ പറഞ്ഞത്? എവിടത്തെ മസ്ബൂക്ക്? മസ്ബൂക്ക് ഒരുപാട് പറഞ്ഞില്ലടാ കുട്ടിയെ. ഏത് മസ്ബൂക്ക്? എന്താ പറയാ? എവിടത്തെ മസ്ബൂക്കിനെ പറ്റിയാണ്? ഏത് മസ്ബൂക്കിനെ പറ്റി ചോക്കിന് പറയാ. മസല മുഴുവൻ പറയും. എന്നിട്ട് ഇല്ലാതെ ഇപ്പൊ മസ്ബൂക്കിന്റെ മസല എത്ര പറഞ്ഞപ്പോ നമ്മള്? അല്ല, ഇമാമിന്റെ കൂടെ തുടർന്നിട്ട് രണ്ടാമത്തെ ഇമാമിന്റെ കൂടെ ഒരാൾ ഇമാമിന്റെ കൂടെ തുറന്നു, പിന്നെ രണ്ടാമത്തെ ഒരു ഇമാമിന്റെ കൂടെ തുറന്നു കഴിഞ്ഞാല് രണ്ടാമത്തെ മസ്ബൂക്കായി തുടങ്ങുന്നത് അവരുടെ നിസ്കാരം ശരിയാവില്ലേ എന്നില്ല ചോദിച്ചാൽ. എന്റെ റബ്ബേ, ഈ പണ്ട് രാമായണം കേൾക്കാൻ പോയ കഥ പറയലുണ്ട്. രാമായണം ആദ്യം മുതൽ അവസാനം വരെ പാടി പറഞ്ഞിട്ട് അവസാനം കഴിഞ്ഞു പോകുമ്പോ ഒരുത്തൻ മറ്റവനോട് ചോദിക്കുകയാണല്ലോ, രാമൻ സീതക്ക് എപ്പടിയും എന്ന കോലത്തിലാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ഇമാമ് സലാം വീട്ടിയതിന്റെ ശേഷം ബാക്കി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ ഒരു മസ്ബൂക്കിനോട് പുതുതായി കടന്നു വന്ന ഒരാള് തുടർന്നാൽ ആ തുടർച്ച സഹീഹാകും എന്ന കാര്യത്തിൽ ഷാഫി മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. പറഞ്ഞ മലയാളം മനസ്സിലാണ്ട് എനിക്ക്?
ഇമാമ് സലാം വീട്ടിയപ്പം ബാക്കി നിസ്കരിച്ച് പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേറ്റ മസ്ബൂക്കിനോട് പുതുതായി കടന്നു വന്ന ഒരാള് തുടർന്നാൽ നിസ്കാരം സഹിയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ മുഅ്തമദനുസരിച്ച് അങ്ങനെ തുടരൽ കറാഹത്താണ്. അതുകൊണ്ട് ജമാഅത്തിന്റെ 27 ദർജ കിട്ടൂല, നിസ്കാരം സഹിയാകും. അതാണ് ഒരു മസ്ബൂക്ക്. പിന്നെ ഒരു മസ്ബൂക്ക് പറഞ്ഞത്, ഇമാമ് സലാം വീട്ടിയപ്പം കുറെ മസ്ബൂക്കിങ്ങൾ ഉണ്ടായിനി, അവരൊക്കെ ബാക്കി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോ ഈ മസ്ബൂക്കിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു മസ്ബൂക്ക് ഇമാമായി നിന്ന് ബാക്കിയുള്ളവർ അയാളോട് തുടർന്ന് നിസ്കരിച്ചാൽ മുഅ്തമദനുസരിച്ച് അതും സഹിയാകും. പക്ഷെ മുഅ്തമദിന്റെ മാറ്റം അത് സഹിയാവൂല. രണ്ടായാലും ഇങ്ങനെ തുടരൽ കറാഹത്താണ്. ഇതാണ് മസ്ബൂക്കിന്റെ 2 മസല പറഞ്ഞത്. വേറൊരു മസല മസ്ബൂക്കിൻ്റെത് പറഞ്ഞത്, ജുമാ നിസ്കാരം. ഒരു മനുഷ്യൻ 2ാമത്തെ റക്അത്തിലാണ് ജുമാക്ക് ഇമാമിന്റെ കൂടെ കൂടിയത്. ഇമാമ് സലാം വീട്ടിയതിന് ശേഷം 1 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ജുമാന്റെ ബാക്കി 1 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഈ മസ്ബൂക്ക് എഴുന്നേറ്റു. ആ എഴുന്നേറ്റ മസ്ബൂക്കിനോട് പുതിയതായിട്ട് പള്ളിയൊക്കെ ജുമാക്ക് വന്ന ഒരു കാക്കണ്ട്, അയാൾ തുടർന്നാൽ ഇമാം റംലി തങ്ങളുടെ അഭിപ്രായത്തിൽ തുടർന്നാൽ നിസ്കാരം തന്നെ സഹിയാവൂല, അയാൾ വേറെ നിസ്കരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് ജുമാ ആണെങ്കിലും ഈ സാഹചര്യത്തിൽ, അതായത് 1 റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടി ബാക്കി 1 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ ആളോട് പുതിയതായിട്ട് ഒരാൾ വന്ന് തുടർന്നാൽ തുടർച്ച സഹിയാകും, പക്ഷേ കറാഹത്താണ് എന്നാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞത്. അവിടെ ജുമാന്റെ അവിടെ ഇമാമ് സലാം വീട്ടിയപ്പം കുറെ ആളുകളുണ്ട്, ഇനി മസ്ബൂക്കിങ്ങൾ, അവര് ബാക്കി പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോ ആയിപ്പെട്ട ഒരാൾ ഇമാമായി നിന്ന് ബാക്കിയുള്ളവർ അയാളോട് തുടർന്നാൽ നിസ്കാരം സഹിയാവൂല, റംലിമാമിന്റെ കാഴ്ചയിലും സഹിയാവൂല, ഇബ്നു ഹജറുൽ ഹൈതമിന്റെ അടുക്കലും സഹിയാവൂല. ഇങ്ങനെ 4 മസ്അലയാണ് മസ്ബൂക്കിനെ പറ്റി പറഞ്ഞത്. ജുമായിൽ മസ്ബൂക്കിനോട് പുറമെന്ന് വന്ന ആള് തുടർന്നാൽ സഹിയാവും, കറാഹത്താണ്. ജുമായിൽ മസ്ബൂക്കിങ്ങൾ തമ്മിൽ തുടർന്നാൽ സഹിയാവൂല. ജുമാ അല്ലാത്ത നിസ്കാരങ്ങളിൽ മസ്ബൂക്കിനോട് പുറമെന്നൊരാൾ വന്ന് തുടർന്നാൽ തുടർച്ച സഹിയാകും, പക്ഷേ മുഅ്തമദനുസരിച്ച് അത് കറാഹത്താണ്. ഇനി മസ്ബൂക്കിങ്ങൾ ഒന്നായിട്ട് എഴുന്നേറ്റോടുത്തുനിന്ന് ഒരാൾ ഇമാമായി ബാക്കിയുള്ളവർ തുടർന്നാൽ മുഅ്തമദനുസരിച്ച് സഹിയാകും, അതിന്റെ മാറ്റം സഹി തന്നെ ആവൂല, ഏതായാലും കറാഹത്താണ്. ഇങ്ങനെ 4 മസല പറഞ്ഞു. രണ്ടാമത് പണ്ട് പറഞ്ഞത് തന്നെ ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞതാണ്, ഇനി അത് ഇഷ്കാല് വരരുത് എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഉസ്താദ്. നേരത്തെ എടുത്ത ആളെ കയ്യിൽ നിന്ന് മൈക്ക് പോയതാണ്, അതുകൊണ്ട് എടുത്തതാണ്. ഉസ്താദ്, ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ചോദ്യം എങ്ങനെ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഉസ്താദ് ക്ഷമിക്കണം എന്ന് ആദ്യം ക്ഷമിക്കുന്നു ഉസ്താദ്. പിന്നെ ഇപ്പോൾ നമ്മളൊരു ഇമാമിനെ തുറന്ന് നിസ്കരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ 4 മദ്ഹബിൽ വിശ്വസിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ഇമാമാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇപ്പോൾ അയാളെ നിസ്കാരം സ്വഹീഹാണ് എന്നുള്ള നിലക്ക് നമ്മൾ അദ്ദേഹത്തെ തുറന്ന് നിസ്കരിച്ചാൽ ശരിയാകും. പക്ഷെ ഇവിടെ എൻ്റെ സംശയം, അയാളുടെ നിസ്കാരം സ്വഹീഹാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ മദ്ഹബ് പ്രകാരം സ്വഹീഹാണ് എന്ന് നമ്മൾ വിശ്വാസം ഉണ്ടായാൽ പോരെ, അതല്ലാതെ നമ്മുടെ മദ്ഹബ് പ്രകാരം തന്നെ പിന്നെ സ്വഹീഹാകണം എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായാൽ മാത്രമേ പരിഗണിക്കൂ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അവരുടെ നിസ്കാരം പഠിച്ചവന്റെ അടുത്ത് സ്വഹീഹാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം, നമ്മളിപ്പോൾ നമ്മുടെ മദ്ഹബ് പ്രകാരം സ്വഹീഹ് അല്ലെങ്കിലും അവരുടെ മദ്ഹബ് പ്രകാരം സ്വീകരിക്കപ്പെടും എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കുക നമുക്ക് അവരെ തുറന്ന് നിസ്കരിച്ചുകൂടെ എന്നുള്ളതാണ് പിന്നെ ഒരു ചോദ്യം. അത് പരിഗണനയിൽ വരുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഉസ്താദിനോട് പറയുന്നത്, ഇപ്പോൾ ഗൾഫിലെല്ലാം ഇപ്പോൾ ഉള്ള ആൾക്കാരാണ് ഇതിലധികം ഉണ്ടാവുക. ഭൂരിപക്ഷം അവരെ ജീവിതം ഏകദേശം പകുതിയിലധികം ഗൾഫിലാണ് ഉണ്ടാവുക. എന്നാൽ പല സ്ഥലങ്ങളിലും എന്നെ പോലത്തെ ആളുകൾ ഇങ്ങനെ ഉസ്താദന്മാരോട് ആ ഇമാമിനെ തുടരാൻ പറ്റുമോ എന്തെങ്കിലും ഒരു കുറ്റവും പറഞ്ഞ് ചോദിച്ചിട്ട് റൂമിൽ നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ പോകാണ്ട് ഒപ്പിക്കുന്ന കുറേ ആൾക്കാരെ പിന്നെ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
പരലോകത്തിലെ കാര്യം വെച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങളെ തുടർന്ന് ജീവിക്കുന്നവരൊക്കെ ഹക്കിന്റെ അഹ്ലുകാരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ 4 മദ്ഹബിലെ ഇമാമിയങ്ങളെയും തുടർന്ന് ജീവിക്കുന്നവരൊക്കെ ഹക്കിന്റെ അഹ്ലുകാരാണ്, അതുകൊണ്ട് തന്നെ ആഖിറത്തിൽ രക്ഷപ്പെടുന്നവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മൊത്തത്തിൽ. അതോടുകൂടി നമ്മളെ ഇബാദത്ത് സഹീഹാവണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ സഹിയായിരിക്കണം. മനസ്സിലായില്ലേ? ഓരോരുത്തരും നമ്മൾ സ്വർഗത്തിലും നരകത്തിലും ആക്കേണ്ട അതൊക്കെ അള്ളാന്റെ പണിയാണ്. നമ്മള് മനസ്സിലാക്കേണ്ടത് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം സഹിയാവണമെങ്കിൽ സഹിഹായ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയോട് തുടർന്നെങ്കിലേ സഹിയാവുള്ളൂ. അപ്പൊ അത് സഹിയായ വ്യക്തി എന്ന് പറഞ്ഞാൽ തന്റെ കാഴ്ചപ്പാടിൽ സഹിയായ, എന്റെ വിശ്വാസ പ്രകാരം സഹിഹായ നിസ്കാരം നിർവഹിക്കുന്ന ഒരാളോട് തുടർന്നെങ്കിലേ എന്റെ നിസ്കാരം സഹിയാവുള്ളൂ. അതൊരു വകുപ്പ് വേറെയാണ്. പേഴ്സണൽ കാര്യം വേറെയാണ്, വിശ്വാസത്തിന്റെ കാര്യം വേറെയാണ്. വിശ്വാസത്തിൽ നമ്മൾ പറയുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അംഗീകരിച്ച 4 മദ്ഹബിന്റെയും ആളുകൾ ഹക്കിന്റെ അഹ്ലുകാരാണ്. അവരെ ആരെയും മദ്ഹബിന്റെ പേരിൽ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ പാടില്ല. പക്ഷേ വ്യക്തിപരമായ കാര്യത്തിൽ എന്റെ ഇബാദത്ത് സഹിയാവണമെങ്കിൽ എന്റെ കാഴ്ചപ്പാടനുസരിച്ച് സഹിയായി എന്ന് വരണം. അതിന് നിവൃത്തിയില്ലാത്തവർക്ക് പള്ളിക്ക് പോകണമെങ്കിൽ നമ്മളെന്താ ഇപ്പൊ കാട്ടുന്നു? അതിനുള്ള മാർഗമാണ് ഈ പള്ളിക്ക് പോകാത്ത അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്, വിവിധ മദ്ഹബുകാരായ ആളുകൾ പങ്കെടുക്കുന്ന പള്ളികളിൽ ഇമാമ് നിൽക്കുന്ന ഇമാമിയങ്ങൾ എല്ലാ മദ്ഹബുകാരെയും പരിഗണിച്ച് മുറാഅത്ത് ചെയ്ത് എല്ലാ മദ്ഹബനുസരിച്ചും സഹീഹാവുന്ന രീതിയിൽ നിസ്കരിക്കണം എന്ന്. ആ നിയമം പാലിച്ചാൽ ജമാഅത്ത് ആർക്കും നഷ്ടപ്പെടൂല. അത് ഇമാമ് പാലിക്കാൻ തയ്യാറില്ലെങ്കിൽ ചിലപ്പോൾ തന്റെ ഇബാദത്ത് സഹിയാവണം എന്ന നിലക്ക് അയാളോട് തുടരാതിരിക്കും. പിന്നെ വളരെ ശ്രമകരമായ മറ്റൊരു വഴിയാണ് ആ മദ്ഹബ് പഠിച്ച് മനസ്സിലാക്കി അതിനെ പിന്തുടർന്ന് ജീവിക്കാം. അങ്ങനെ അസ്സലാമു അലൈക്കും ഉസ്താദ്. എനിക്കുള്ളൊരു സംശയം, ഉസ്താദ് ഇപ്പൊ പറഞ്ഞതിൽ നിന്നാണ്, ജുമായിൽ വെച്ച് മസ്ബൂക്കിനെ തുടർന്ന ഒരു റക്അത്തിൽ തുടർന്ന മസ്ബൂക്കിന് ജുമാന്റെ കൂലി കിട്ടോ ഇല്ല എന്നാണ് ഉസ്താദ് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ജുമാന്റെ ബാബിൽ വരുന്നുണ്ടല്ലോ രണ്ടത്താണിയെ, അതൊക്കെ ജുമാന്റെ ബാബിൽ വരാൻ പോകുന്ന മസലകളാ. ഒരു റക്അത്ത് കിട്ടിയാൽ ജുമാ കിട്ടും എന്നാണ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്. ഫളീലത്ത് കിട്ടൂലെങ്കിൽ പോലും ജുമാന്റെ ഫർദ് വിടും. ഖറാഅത്തുണ്ട്. ഇമാം റംലി റഹ്മഹുല്ലാഹ് പറഞ്ഞതനുസരിച്ച് മസ്ബൂഖിനെ തുടർന്നാൽ ജുമാ കിട്ടൂല, അപ്പൊ അവൻ ദുഹർ നിസ്കരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് ഒരു റക്അത്ത് ഈ മസ്ബൂഖിനെ തുടർന്ന് കിട്ടിയാൽ ജുമാ സഹിയാകും, പക്ഷേ കറാഹത്തുണ്ട്. കറാഹത്തുണ്ടാവുമ്പോ ഫളീലത്ത് പോവും, ഫർദ് വിടും. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. ശരി, പറഞ്ഞതില് നന്ദിയുണ്ട് ഉസ്താദ്. പിന്നെ ഒരു ചോദ്യമാണ് ഉസ്താദ്, പിന്നെ വീട്ടിൽ വെച്ച് ഭർത്താവ് ഇമാമായിട്ട് ഭാര്യയെ മാമുമായിട്ട് നിസ്കരിക്കുന്നതിലുള്ള വിധി എന്താണ് ഉസ്താദ്? ഒന്ന് പറഞ്ഞു തന്നാല് ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. കുഴപ്പമില്ല, ജായിസാണ്. പക്ഷേ പുരുഷന് അഫ്ളല് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കലാണ്. സ്ത്രീകൾക്ക് അഫ്ളല് വീട്ടിൽ വെച്ച് നിസ്കരിക്കലും ആണ്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ പള്ളിയിൽ പോകാൻ സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ പള്ളിയിൽ പോയാൽ നേരത്തെ പറഞ്ഞതുപോലെ ഉദുറുണ്ടാവുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ, പള്ളിയിൽ വേറൊരു മദ്ഹബുകാരനായ ഇമാമാണ്, അയാള് നമ്മളെ മദ്ഹബിന്റെ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ഏകപക്ഷീയമായി നിസ്കരിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള ഉദുറുള്ള സമയത്തോ അതല്ലെങ്കിൽ എന്തോ സംഗതി വശാൽ എത്തിപ്പെടാൻ പറ്റാതിരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ
ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടും, 27 ദർജ കിട്ടും, ഒക്കെ കിട്ടും. പക്ഷെ പുരുഷന് പള്ളിയിലാണ് ഉത്തമം എന്ന് മാത്രം. ഏറ്റവും അഫ്ളല് പള്ളിയിൽ പോയി നിസ്കരിക്കലാണ്. പക്ഷെ പള്ളി പോകാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ പള്ളി പോകുന്നതിന് ഇങ്ങനെയുള്ള ഇമാമ് തീരെ മറ്റ് മദ്ഹബുകളുടെ കാര്യം പരിഗണിക്കാതെ നിസ്കരിക്കുന്ന ഇമാമായാൽ അതൊരു ഉദറാണ്. അങ്ങനെയുള്ള ഉദറൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ജമാഅത്തായി നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ കൂലി കിട്ടും, നല്ലതാണ്. എനിക്കൊരു സംശയം, ഈ സുന്നത്ത് നിസ്കാരത്തില് ഇവിടെ ഈ പാകിസ്ഥാനികളും ഇവരൊക്കെ ഇരുന്ന് നിസ്കരിക്കുന്നത് കാണാം. അവര് നിൽക്കാൻ കഴിവുള്ളവരും ഇരുന്ന് നിസ്കരിക്കുന്നു. അത് ഈ അനഫി മദ്ഹബ് പ്രകാരം അവർക്ക് സുന്നത്തോ എന്തെങ്കിലും ആണോ എന്നൊരു സംശയം, അത് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. നിങ്ങൾ ജാഫി മദ്ഹബുകാരനല്ലേ? നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നിൽക്കാൻ കഴിയുമെങ്കിൽ നിന്ന് നിസ്കരിക്കലാണ് വേണ്ടത്. നിസ്കരിക്കാൻ കഴിയുന്നതോട് കൂടി ഇരുന്ന് നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കാരം സഹീഹാവുന്നതും നിന്ന് നിസ്കരിച്ചാൽ കിട്ടുന്നതിന്റെ പകുതി മാത്രം പ്രതിഫലം കിട്ടുന്നതുമാണ്. അപ്പോ നിന്ന് നിസ്കരിക്കുന്നതിന് ഉദ്ർ ഇല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കാരം സഹീഹാകുന്നതോട് കൂടി നിന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതി പ്രതിഫലം മാത്രമേ കിട്ടുകയുള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞത്. പാകിസ്ഥാനികൾ ഓരോ ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് അതനുസരിച്ച് അമൽ ചെയ്തോട്ടെ, നിങ്ങൾ അത് നോക്കാൻ പോണ്ട. ഹലോ, അസ്സലാമു അലൈക്കും. സാർ, ഞാൻ റേഡിയോ ശ്രോതാവാണ്. എപ്പോഴും ഡെസ്കിൽ വരാൻ കഴിയാറില്ല. പക്ഷെ എന്റെ സംശയം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് ഞാൻ അസ്ർ നിസ്കരിച്ചതിന് ഇമാം 5 റക്അത്തിലേക്ക് എണീറ്റു. എന്റെ മൗമൂമിങ്ങൾ ഇശാറത്താക്കി അദ്ദേഹം അത്തഹിയ്യാത്തിലേക്ക് എന്നെ തിരിച്ചു വന്ന് അത്തഹിയ്യാത്ത് മുഴുവനാക്കി വന്നു. പിന്നെ സലാം വീട്ടും ചെയ്തു. അപ്പോഴാണ് ഞാൻ നീറ്റ് സഹവിന്റെ സുജൂദ് ചെയ്തു. 1ാമത്തെ സുജൂദ് ചെയ്തപ്പോ തന്നെ സുജൂദ് നീറ്റപ്പോ തന്നെ ഇമാമ് വീണ്ടും സഹവിന്റെ സുജൂദിലേക്ക് പോയി സലാം വീട്ടിന്റെ ശേഷം. അപ്പോൾ ഞാൻ 1ാമത്തെ സുജൂദ് കഴിഞ്ഞ് അയാളെ 2ാമത്തെ സുജൂദിനെ കാത്തുനിന്ന് 2ാമത്തെ സുജൂദ് അയാളുടെ കൂടെ തന്നെ ചെയ്തു. ഇപ്പൊ ഇനി ഞാൻ മടക്കി നിസ്കരിക്കേണ്ടി വരുമെന്നാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. ഇമാമ് സലാം 5ാമത്തെ റക്അത്തിലേക്ക് മറന്ന് എഴുന്നേറ്റു. ഓർമ്മയുള്ള മൗമൂമിങ്ങള് ഉണർത്തി അഥവാ സുബ്ഹാനല്ലാഹ് അപ്പൊ അയാൾക്ക് ഓർമ്മ വന്നു, ഇരുന്നു. അത്തഹിയ്യാത്ത് ഓതി അദ്ദേഹം സലാം വീട്ടി. അദ്ദേഹം സലാം വീട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് സ്വന്തമായി സുജൂദ് ചെയ്യാം. പക്ഷേ അദ്ദേഹം ഒരുപക്ഷെ അതും മറന്നുകൊണ്ടാവാം. അങ്ങനെ അദ്ദേഹം നിസ്കാരത്തിലേക്ക് തന്നെ മടങ്ങുന്ന നിലക്ക്, അതായത് അയാൾ സുജൂദ് ചെയ്തു. ആ സുജൂദ് ചെയ്യുമ്പോൾ അദ്ദേഹം നിസ്കാരത്തിലേക്ക് തന്നെ മടങ്ങിയതായി പരിഗണിക്കപ്പെടുകയും അപ്പൊ അദ്ദേഹം സുജൂദ് ചെയ്യുമ്പോൾ തുടർന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ 2 സുജൂദും ചെയ്യുകയാണ് ശരിക്ക് വേണ്ടത്. ആദ്യം നിങ്ങൾ ചെയ്ത സുജൂദിന് കുഴപ്പമൊന്നുമില്ല, ഒറ്റ സുജൂദാണെങ്കിൽ. അതല്ല, നിങ്ങൾ 2 സുജൂദും ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഇമാമ് മടങ്ങിയതോടുകൂടി നിസ്കാരത്തിൽ തന്നെ അപ്പൊ ഇമാമിന്റെ കൂടെ 2ാമത് സുജൂദ് ചെയ്യൽ വുജൂബാണ് ഇമാമ സുജൂദ് ചെയ്യുമ്പോൾ. അതല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? ഇമാമിനോട് വിട്ടുപിരിയുന്നു എന്ന് മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്ത് വിട്ടുപിരിയണം. അങ്ങനെയാണ് വേണ്ടത്. ഇമാമ് സലാം വീട്ടിയ ജമാഅത്ത് കഴിഞ്ഞു, അപ്പൊ പിന്നെ നിങ്ങൾക്ക് സ്വന്തം സുജൂദ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇമാമിന് ഉടനെ ഓർമ്മ വന്ന് അദ്ദേഹം 2ാമത് സുജൂദ് ചെയ്യുമ്പോൾ അയാൾ നിസ്കാരത്തിലേക്ക് തന്നെ മടങ്ങി എന്നുള്ളതായി. മടങ്ങിന്ന് വരുമ്പോ പിന്നെ നമ്മൾ ആ കൂട്ടത്തിലായി. അപ്പൊ ഒന്നിരിക്കല് അദ്ദേഹത്തിന്റെ കൂടെ സുജൂദ് ചെയ്ത് സലാം വീട്ടുക, അതല്ലെങ്കിൽ അദ്ദേഹത്തിനോട് മുഫാറഖത്ത് ചെയ്ത് സലാം വീട്ടുക. അപ്പൊ ഞാൻ മടക്കി നിസ്കരിക്കണമെന്നാണ് സാർ പറയുന്നത്. എന്റെ നിസ്കാരം സഹി ആയിട്ടില്ല എന്നാണോ? അസ്സലാമു അലൈക്കും. അതായത് നിങ്ങൾ എന്ത് ചെയ്തു അത് തിരിയട്ടെ. ഇമാമ് 2ാമത് സുജൂദ് ചെയ്തപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ സുജൂദ് ചെയ്തോ? സുജൂദ് ചെയ്തെങ്കിൽ കുഴപ്പമില്ല.
അദ്ദേഹം സുജൂദ് ചെയ്തപ്പോൾ നിങ്ങൾ സുജൂദ് ചെയ്യാതെ കാത്തിരുന്ന് പിന്നെ അദ്ദേഹം സലാം വീട്ടിയതിന് ശേഷം സലാം വീട്ടിയേക്കാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും. ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇമാമിനോട് വിട്ടുപിരിയുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കണം? ഇമാമിനെ വിട്ടുപിരിഞ്ഞ് സ്വന്തം സലാം വീട്ടണം. അതല്ലെങ്കിൽ ഇമാമിന്റെ കൂടെ നമ്മൾ സുജൂദ് ചെയ്യണം. അല്ലാതിരുന്നാൽ ഇമാമിനോട് പ്രകടമായ വിയോജിപ്പ് കാണുന്ന പ്രവർത്തികളിൽ സുന്നത്തുകളിൽ ഇമാമിനോട് വിയോജിച്ചാൽ നിസ്കാരം ബാത്തിലാവും എന്ന് നമ്മൾ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളിൽ എണ്ണി. അപ്പൊ നിങ്ങൾ ഒന്നിരിക്കൽ എന്ത് ചെയ്യേണ്ടിയിരുന്നു? ഇമാമിനെ വിട്ടുപിരിഞ്ഞ് നിങ്ങൾ സലാം വീട്ടണം. അതല്ലെങ്കിൽ ഇമാമിന്റെ കൂടെ സുജൂദ് ചെയ്യണം. ഇമാമിന്റെ കൂടെ സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഒരു സുജൂദ് പോലെ രണ്ട് സുജൂദ് ചെയ്യുമ്പോൾ രണ്ട് സുജൂദ് ഇമാമിന്റെ കൂടെ വേണം. കാരണം നിങ്ങൾ നേരത്തെ ചെയ്ത് എണ്ണപ്പെടാതെ പോകും മസ്ബൂആയിട്ട്. ഇമാമ് സുജൂദ് ചെയ്യാതിരുന്നാൽ ഇമാം സലാം വീട്ടിയതിനു ശേഷം ചെയ്യാം. അതേസമയത്ത് ഇമാം സുജൂദ് ചെയ്താൽ നമ്മൾ ഇമാമിന്റെ കൂടെ സുജൂദ് ചെയ്യൽ വുജൂബ. അവിടെ സഹ്വിന്റെ സുജൂദ് എന്നുള്ള ആൾക്കല്ല, ഇമാമിനോട് തുടരാൻ വേണ്ടിയിട്ടുള്ള സുജൂദ് എന്നുള്ള ആൾക്ക് നമുക്ക് വുജൂബാണത് ചെയ്യൽ. അപ്പൊ ആ സുജൂദ് ഇമാമിനോട് കൂടെ ഇമാം ചെയ്തിട്ട് ചെയ്യാതിരുന്നാൽ നമ്മളെ നിസ്കാരം ബാത്തിലായി പോകും. ഒരു റേഡിയോ ഷോവിന്റെ ചോദ്യമുണ്ട് ഉസ്താദെ. എല്ലാ ദിവസവും റമളാനിൽ നിയ്യത്ത് ചെയ്യുന്ന വ്യക്തിയാണ്, ഒരു ദിവസം മറന്നുപോയി, എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. മൈക്ക് വിട്ടു. എല്ലാ ദിവസത്തിനും അതാത് ദിവസത്തിന്റെ രാത്രിയിൽ തന്നെ നിയ്യത്ത് ചെയ്യൽ വുജൂബാണ് ഫർദ് നോമ്പിന്. അങ്ങനെ സാധാരണ ചെയ്യുന്ന ആളുമാണ്. ഒരു ദിവസം നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയി എന്നാൽ അദ്ദേഹം ചെയ്യേണ്ടത് പകൽ സമയത്ത് നോമ്പുകാരെ പോലെ തന്നെ ഇംസാക്ക് ചെയ്യുക. അതായത് നോമ്പിൽ പാടില്ലാത്ത ഭക്ഷണം, പാനീയം, ഭാര്യയുമായി കൊണ്ടുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ നോമ്പുകാരനെ പോലെ നിൽക്കുകയും പിന്നീട് റമളാൻ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ദിവസത്തെ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യണം. അതാണ് വേണ്ടത്. അപ്പൊ രണ്ട് കാര്യം വേണം. അന്ന് നോമ്പുകാരനെ പോലെ നിൽക്കുക. അതിന് നോമ്പ് എന്നല്ല പറയാ, ഇംസാക്ക് എന്നാ. നോമ്പുകാരനെ പോലെ നിൽക്കണം. എന്നാൽ അതുകൊണ്ട് നോമ്പാവൂല്ല. പക്ഷെ ഈ ഇംസാക്ക് ചെയ്തതിന് കൂലി കിട്ടും. അത് റമളാന്റെ പകലിനെ ബഹുമാനിക്കുക എന്നുള്ള നിലക്ക് അതിന് പ്രതിഫലം ഉണ്ടാവും. പക്ഷെ നോമ്പാവൂല. നോമ്പ് പിന്നെ ഖളാ വീട്ടണം. ഇതാണ് ഷാഫി മദ്ഹബിൽ അതിനുള്ള വഴി. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദെ. അതുപോലെ സംശയമാണ്, അത് ഉറപ്പില്ല ഒരാൾക്ക്. ചെയ്തിനോ ചെയ്തിട്ടില്ലേ എന്നുള്ള സംശയമുണ്ട്. അപ്പൊ അത് കിട്ടുമോ? പിന്നെ അത് മാത്രമല്ല, ചില ആൾക്കാർ പറയുന്നിട്ട് ഏതൊരു മദ്ഹബ് പ്രകാരം അത് അറിയില്ലേ, പിന്നെ 30 ദിവസത്തേക്ക് നോമ്പ് നിയത്ത് ചെയ്യാൻ കഴിയൂ എന്നൊക്കെ പറയുന്ന കേട്ടു. അതും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഏതോ ഒരു മദ്ഹബിലുള്ളതൊന്നും ഞമ്മക്ക് നടക്കൂല റോയിസെ. അതിനൊക്കെ വേറെ മനസ്സിലല്ലേ. മാലിക്കി മദ്ഹബിൽ അങ്ങനെ ഒരു കൗലുണ്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷെ മാലിക്കി മദ്ഹബിൽ കൗലുള്ളത് കൊണ്ട് കാര്യമില്ല. ആ മദ്ഹബിനെ നമ്മൾ തഖ്ലീദ് ചെയ്യുകയും ആ മദ്ഹബിന്റെ നിയമപ്രകാരം നോമ്പിന്റെ ഫർള്, ഷർത്ത്, നോമ്പ് ബാത്തിലാവുന്ന കാര്യം എന്നിവ മനസ്സിലാക്കി അവ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുകയും വേണം. എന്നാലേ അത് പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഉദാഹരണം പറഞ്ഞാൽ മദി പുറപ്പെട്ട നോമ്പ് മുറിയുന്നാണ് മാലിക്കി മദ്ഹബ്. അപ്പോ റമളാൻ 1-ന്റെ അന്ന് 30 ദിവസത്തെ നോമ്പ് നോൽക്കാൻ ഞാൻ കരുതിയെന്ന് നിയ്യത്ത് ചെയ്തു. ഒരു ദിവസം മറന്നന്ന് മാലിക്കി മദ്ഹബ് അനുസരിച്ചാണ് ഞാൻ ഇന്ന് നോമ്പെടുത്തത് എന്ന് കരുതി. അപ്പൊ കിട്ടി. അതിന്റെ ഇടക്ക് ഇവന്റെ ഭാര്യയായിട്ട് ടെലിഫോൺ ചെയ്തു. ടെലിഫോൺ ചെയ്തപ്പോ ഭാര്യയായിട്ടുള്ള ആ സംസാരത്തിന്റെ ഇടയിൽ ഇവനെന്തായി? മദി പുറപ്പെട്ടു. എന്നാലോ ഷാഫി മദ്ഹബ് അനുസരിച്ച് നോമ്പ് മുറിയില്ലല്ലോ. എന്നാ എന്റെ നോമ്പ് മുറിയില്ലാന്ന് വെക്കാൻ പറ്റുമോ? കാരണം എന്താ? ഓ അന്ന് രാത്രി നിയ്യത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഷാഫി മദ്ഹബ് അനുസരിച്ച് ഓന് നോമ്പില്ല. എന്നാൽ മാലിക്കി മദ്ഹബ് അനുസരിച്ച് 30 ഒന്നിച്ച് നോൽക്കാൻ കരുതിയത് കൊണ്ട് നോമ്പുണ്ട് എന്ന് വെച്ച്. പക്ഷെ മദി പുറപ്പെട്ടാ മുറിയുമല്ലോ. അപ്പൊ ഈ മദ്ഹബ് മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. മദ്ഹബ് മാറണേ കുഴപ്പമൊന്നുമില്ല. മാറുകയാണെങ്കിൽ ആ മദ്ഹബാണ് ആ വിഷയത്തിൽ ശരി എന്ന് അംഗീകരിക്കുകയും ആ മദ്ഹബ് അനുസരിച്ച് സഹിഹാകാൻ വേണ്ട
അതിന്റെ ഷർത്ത് ഫർള് ബാത്തിലാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുകയും വേണം. അത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. മനസ്സിലായില്ലേ? ഞമ്മക്ക് എപ്പോഴും നല്ലത് ഷാഫി മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്യുക, അതിന്റെ വീഴ്ചകൾ അതനുസരിച്ച് തന്നെ പരിഹരിക്കുക. അതാണ് അതിന്റെ മാർഗം. അപ്പം നിയ്യത്ത് മറന്നു, ഉറപ്പില്ല, ചെയ്തോ ചെയ്തില്ലേ എന്ന് സംശയമാണ്. എന്നാൽ കുറെ കഴിഞ്ഞിട്ടെങ്കിലും ചെയ്തു എന്ന് ഉറപ്പാകുകയാണെങ്കിൽ കളാ വീട്ടണ്ട. എത്രയായിട്ടും ആ സംശയം നീങ്ങണില്ല, എത്രയായിട്ടും ആ സംശയം നീങ്ങണില്ല, എന്നാൽ ആ ദിവസത്തെ നോമ്പ് കളാ വീട്ടണം. സംശയമാകുമ്പോ രണ്ട് രീതി വരും എന്നർത്ഥം. തൽക്കാലം സംശയമാണെങ്കിലും നല്ലോണം ആലോചിച്ച് കുറച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞ് നോക്കുമ്പോ എന്താ, റുവൈസിനൊരു അടി കൊടുക്കാനുണ്ട്, ഒരു മൊട്ടത്തല വിട്ടീനി റുവൈസിന്റെ പേരിൽ. ഞാൻ റുവൈസ് വിട്ടതോ ഇനി റുവൈസിന്റെ അവിടെ വേറെ കുട്ടികളാരെങ്കിലും ഉണ്ടോന്നൊന്നും അറിയില്ല. ഒരു മൊട്ടത്തല കണ്ടീനി റുവൈസിന്റെ പേരിലിട്ടാ അപ്പൊ തന്നെ ബടി എടുത്തിട്ടൊന്ന് തരണമെന്ന് കരുതിയതാണ്. പിന്നെ കരുതി കുട്ടികളാരെങ്കിലും ഒക്കെ വിട്ടതായിരിക്കുന്ന്, അല്ലാതെ റുവൈസ് ഇപ്പൊ അങ്ങനെ മൊട്ടത്തല വിടൂലെന്നുള്ള. അപ്പം സംശയം വന്ന് ഉടനെ തന്നെ, അല്ലെങ്കിൽ അധികം താമസിയാതെ നിയ്യത്ത് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായാലും കളാ വീട്ടണം. അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ടും ഉറപ്പാകണില്ല, എന്നാലും കളാ വീട്ടണം. അതേ സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും നിയ്യത്ത് ചെയ്തു എന്ന് ബോധ്യം വന്നാൽ കളാ വീട്ടേണ്ടതില്ല, അതുകൊണ്ട് മതിയാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉസ്താദ് ചാടിയതല്ല, ഞാൻ റുവൈസിന്റെ ബാഗിൽ തന്നെയായിരുന്നു, പിന്നെ കയ്യെ താത്തിയതായിരുന്നു, പിന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉസ്താദ് ഇനിയിപ്പോ റമദാനൊക്കെ വരുന്നത്, അപ്പോ ഞാന് എന്നല്ല, കുറെ ഡ്രൈവർമാരുണ്ട്. അപ്പൊ പലവരും പല ഡ്യൂട്ടിയും സംബന്ധമായിട്ട് പുറത്തു പോകുന്ന സമയത്ത് വണ്ടിയിൽ ഇരുന്നിട്ടൊക്കെ ഓതാനുള്ള ചാൻസുകൾ കുറെ കിട്ടും. എന്നെ സംബന്ധിച്ചൊക്കെ കുറെ കിട്ടും, കുറെ സമയം. അപ്പൊ ഉസ്താദ് നമ്മൾ തിലാവത്തിന്റെ പിന്നെ ആയത്ത് വരുമ്പോ നമ്മള് കിബിലക്ക് മുന്നിട്ടിട്ട് എല്ലാ വണ്ടി ഇല്ലതെങ്കിലും നമുക്ക് വണ്ടിയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന മാതിരി സുജൂദ് ചെയ്താല്, കിബിലക്ക് മുന്നിടാതെ സുജൂദ് ചെയ്താലും മതിയാവോ എന്നാണ് ഉസ്താദ് ഒരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഉസ്താദ് കുറച്ച് 2 ദിവസം മുമ്പിട്ടാണ് ക്ലാസ് എടുത്തതെന്ന് ഞാൻ ഇല്ലായിരുന്നു, ഞാൻ പിന്നെ അതിന് ശേഷം റെക്കോർഡിംഗ് കേട്ടത്. പിന്നെ നമ്മുടെ ജുമാക്ക് പുറത്തു നിന്ന് നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ചിട്ട്, അതായത് തൊട്ടടുത്ത റൂമിൽ നിന്ന് നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് ഉസ്താദ് പറഞ്ഞു. അപ്പൊ ഉസ്താദ് അല്ലെങ്കിൽ നമ്മളെ ആലുരാജിക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ആയ ഹദീസ് ഒന്ന് എനിക്ക് പേസ്റ്റ് ചെയ്ത് തന്നാല് വളരെ റാഹത്താണ്. കാരണം നിന്റെ തൊട്ടടുത്ത് ചെറിയൊരു പള്ളിയാണുള്ളത്. അപ്പൊ അവിടെ 2 റൂമാണ്, പള്ളിന്റെ ഒരു സൈഡിൽ 2 റൂമാണ്. ആ 2 റൂമിലേക്കും പള്ളിയിൽ നിന്ന് ഒരു വാതിലോ ഒരു ജനവാതിൽ പോലും ഇല്ല. അത്രയോ ആളുകളെ നിസ്കാരം ആണ്. പുസ്തകന്റെ ഇത് കേട്ടപ്പോ പിന്നെ അതും മുഖാന്തരം ബാത്തിലായി പോകുന്നത്, ജുമാ കിട്ടാതാവുന്നത്. അപ്പൊ അതൊന്ന് അവർക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഹദീസ് ഒന്ന് പേസ്റ്റ് ചെയ്ത് തരണമെന്ന് പ്രത്യേകം അറിയിക്കാൻ. ജസാക്കല്ലാഹു ഖൈർ. ഉസ്താദ് അസ്സലാമു അലൈക്കും. ഒന്നായിട്ട് ചോദിച്ചാലേ ഒന്നും മനസ്സിലാവില്ല. അതിന്റെ ഇടക്ക് സക്കി ഉസ്താദ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇബാറത്ത് ഇവിടെ അടിച്ചിട്ട് ഞാൻ അയക്ക് കുറച്ച് ശ്രദ്ധിക്കുകയും ചെയ്ത്, അത് മുഴുവൻ നോക്കിയാലും കഴിഞ്ഞിട്ടില്ല. ഈ ചോദ്യകർത്താവിന്റെ ചോദ്യം മുഴുവനായിട്ട് ശ്രദ്ധിക്കാനാവും കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ ചോദ്യം ഒക്കെയാണ്, ഓതിക്കൊണ്ടിരിക്കുന്ന യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയിലിരുന്ന് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഓടുന്ന ഭാഗം ഖിബിലയിലേക്കാണെങ്കിലും അല്ലെങ്കിലും സുന്നത്ത് നിസ്കാരം ഖിബിലയിലേക്ക് അല്ലാതെ നമ്മൾ പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റുന്നത് പോലെ സുന്നത്ത് നിസ്കാരത്തിന്റെ വിധി തന്നെയാണ് തിലാവത്തിന്റെ സുജൂദിനും. അപ്പൊ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ പോകുന്നത് ആ പോകുന്ന ഭാഗത്തേക്ക് തന്നെ സുജൂദ് ചെയ്താൽ മതി, തിലാവത്തിന്റെ സുജൂദിന്റെ സുന്നത്ത് കിട്ടുന്നതാണ്. ഓക്കെ, തിലാവത്തിന്റെ സുജൂദ് ഓക്കെ, അത് ശരിയാവും. കാരണം സുന്നത്ത് നിസ്കാരത്തിന്റെ അതേ വിധിയാണ്. സുന്നത്ത് നിസ്കാരത്തിൽ നമുക്ക് എന്ത് മതി, നമ്മൾ ഹലാലായ യാത്രയിൽ നമ്മൾ പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാം. സുജൂദിന് നമ്മൾ 8 അവയവങ്ങൾ വെച്ച് സുജൂദ് ചെയ്തോളണമെന്നില്ല. യാത്ര ചെയ്യുന്നവന്റെ സൗകര്യത്തിനനുസരിച്ച് സുജൂദ് കൊണ്ട് ഇഷാറത്ത് ചെയ്താൽ മതിയെന്ന. അപ്പൊ ആ സുന്നത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യാം. നമ്മൾ പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് തന്നെ ചെയ്യാം. എന്ത് മതി, സുജൂദ് കൊണ്ട് ഇഷാറത്ത് ചെയ്താൽ തിലാവത്തിന്റെ സുജൂദിന്റെ സുന്നത്ത് കിട്ടും. ഓക്കെ, ആ ഇബാറത്ത് ഒന്നുകൂടി ഇവിടെ അടിച്ചാൽ എനിക്കൊന്നും വായിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ ചോദ്യം
SYSന്റെ ചോദ്യത്തുമ്മൽ ശ്രദ്ധിച്ചപ്പോ പൗതി ചോദ്യവും പൗതി അയബാറത്തുമ്മലും ആയിപ്പോയി. ഒരു പ്രധാനപ്പെട്ട ഒരു അയബാറത്താണത് മദ്ഹബുകളുമായിട്ട് ബന്ധപ്പെട്ട്. സൗദി അറേബ്യയില് അതിന്റെ അടിസ്ഥാനത്തിൽ അതായത് നമ്മൾ ഷാഫി മസ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഒളു എടുത്തിട്ട് പോയിട്ട് തുടർന്നാൽ ആ ഇമാം ജമാഅത്തിന്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ മൈക്ക് അറിയാതെ വന്നതാണ് ഉസ്താദെ. നേരത്തെ ചോദിച്ച സുഹൃത്തിന്റെ ചോദ്യം ഒന്നും വ്യക്തമായിട്ടില്ല തോന്നുന്നുണ്ട്, ഞാൻ അതുകൊണ്ടാണ് മൈക്കിൽ വന്നത്. ഇല്ലല്ലോ, മറ്റാർക്കെങ്കിലും കേട്ടിരുന്നോ? കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ. കേട്ടിട്ടില്ല സുഹൃത്ത് രണ്ടാമത് മൈക്കിൽ വന്നാല് പിന്നെ മൈക്ക് ചാടിയതായിരുന്നു, മൈക്ക് ചാടരുത് എന്നും അഭ്യർത്ഥിക്കുന്നു. പിന്നെ എന്റെ മുന്നിലുള്ള ആളുണ്ട്, ഞാന് ഇപ്പം വെറുതെ അറിയാതെ മൈക്ക് വന്നു പോയതാണ്, ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉസ്താദെ, എനിക്കൊരു സംശയമുണ്ട്, ഞാൻ ആ സംശയം ചോദിക്കട്ടെ? ഓക്കെ. ഞാന് ളുഹർ നിസ്കരിക്കാനും വേണ്ടി പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞ സമയത്ത് വന്നപ്പോ അവിടെ മറ്റൊരാള് നിസ്കാരത്തിനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്നെ കണ്ടപ്പോ അദ്ദേഹം ബാങ്ക് ഇഖാമത്ത് കൊടുത്ത് ഇമാമായി നിന്നു. അങ്ങനെ ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ 2 റക്അത്തേ നിസ്കരിക്കുള്ളൂ, എനിക്ക് സുബഹി ഖളാ ഉണ്ട്, ഞാൻ സുബഹിയാണ് നിസ്കരിക്കുന്നത്. അപ്പൊ സുബഹി നിസ്കരിച്ച് ഞാൻ സലാം വീട്ടും, നിങ്ങൾ 4 റക്അത്ത് തുടർന്ന് നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയാത്തോണ്ട് ഞാൻ അതിൽ തുടർന്ന് നിസ്കരിച്ചും ചെയ്ത് ഞാൻ 2 റക്അത്ത് കഴിഞ്ഞു, 4 റക്അത്ത് ളുഹർ പൂർത്തിയാക്കി ഞാൻ നിസ്കരിച്ച് ഞാൻ സലാം വീട്ടി. അതിന്റെ വിധി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഉസ്താദേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തുടർച്ച സഹിയാവും, പക്ഷേ കറാത്ത നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടൂല. കാരണം ഇമാം നിസ്കരിക്കുന്നത് മറ്റൊരു നിസ്കാരമാണെന്നും അത് തന്നെ ഖളാ ആണെന്നും അറിഞ്ഞുകൊണ്ട് തുടർന്നത് കൊണ്ട് നിസ്കാരം സഹിയാവും. നിങ്ങളെ ളുഹറിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സുബഹി നിസ്കരിക്കുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് സുബഹി നിസ്കരിക്കുന്ന ആളോട് ളുഹർ നിസ്കരിക്കുന്നവൻ തുടർന്നതിനാൽ ജമാഅത്തിന്റെ 27 ദർജ ഫളീലത്ത് കിട്ടൂല, പക്ഷേ നിസ്കാരത്തിന് കുഴപ്പമില്ല, നിസ്കാരം സഹിയാവും. സൗദി അറേബ്യയിലുള്ള ഇമാമിയങ്ങൾ ഏത് മദ്ഹബിന്റെ ഇമാമിങ്ങളാണ് നിസ്കാരം തുടരുന്നത്? കാരണം ഉസ്താദെ, നമ്മൾ ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തായിട്ട് തുടരുമ്പോക്ക് ഭാഗത്തില് സുഹൃത്ത്, നിങ്ങള് പിന്നെ മൈക്കൊന്ന് ക്ലിയർ ആക്കിയവരെ ഒരുപാട് ചോദ്യകർത്താക്കന്മാര് കൈ പൊക്കിയിട്ടുണ്ട്. നിങ്ങൾ മൈക്ക് ക്ലിയർ ആക്കിയവരെ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബന്ധപ്പെട്ട നിങ്ങളെ പരിചയക്കാർക്ക് ഒന്ന് PM ചെയ്യുക. ചോദ്യം അടുത്ത ആള് മൈക്ക് എടുത്തോളൂ. ആ കാർ 2014 ഒന്ന് മൈക്ക് എടുത്തോളൂ പെട്ടെന്ന്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദിക്കാനുള്ള ചോദ്യം, ഒരു ഇമാമിനെ നമ്മൾ വിട്ടുപിരിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ആ ഇമാമിനെ അത്തഹിയാത്തിൽ പ്രതീക്ഷിക്കണം എന്നുള്ളൊരു മസല ഉണ്ടല്ലോ, അതുകൊണ്ട് എന്താ പ്രത്യേക പ്രയോജനമുള്ളത്? അയാളായിട്ട് നമ്മൾ ബന്ധം വിട്ടുപിരിഞ്ഞു, പിന്നെ അതിന് ശേഷം അത്തഹിയാത്തില് അയാളെ സലാം വീട്ടാൻ വേണ്ടി പ്രതീക്ഷിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ വിട്ടുപിരിഞ്ഞ ഇമാമിന് ശേഷം നമുക്ക് രണ്ടാമതും തുടരാൻ വല്ല ഒപ്പുണ്ടോ എന്നതിനെ കുറിച്ചൊന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. തെറ്റിദ്ധരിച്ചതാണ്. വിട്ടുപിരിഞ്ഞ ഇമാമിനെ കാത്തിരിക്കാൻ പാടില്ല, കാത്തിരിക്കുന്നുമില്ല.
ഒരു ഇമാമിനെ മൗമൂമ് വിട്ടു പിരിയുകയും ചെയ്യാം, കാത്തിരിക്കുകയും ചെയ്യാം എന്നാണ് ചില സ്ഥലത്തൊക്കെ പറയാം. എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ. വിട്ടു പിരിഞ്ഞാൽ പിന്നെ അയാളെ കാത്തിരിക്കലില്ല. പിന്നെ നമ്മള് സ്വന്തം നിലക്ക് നിസ്കരിച്ച് പൂർത്തിയാക്കി സലാം വീട്ടിൽ പോവുക. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ വിട്ടു പിരിയാതെ ഇമാമിനോട് തുടർന്നുകൊണ്ട് തന്നെ, പക്ഷെ പ്രവൃത്തിയിൽ ഇമാമിന്റെ കൂടെ അനുഗമിക്കാതിരിക്കുകയാണ്. അതാണ് കാത്തിരിക്കുക എന്ന് പറഞ്ഞത്. അതായത് ഇമാമിനെ നിയ്യത്ത് കൊണ്ട് വിട്ടു പിരിഞ്ഞിട്ടില്ല, എന്നാൽ ഇമാമിന്റെ കൂടെ പ്രവൃത്തിയിൽ പിന്തുടരുന്നുമില്ല. അവിടെ ഇന്തിളാറ് എന്ന് പറയും. ഇന്തിളാറ് എന്ന് പറഞ്ഞാൽ ഇമാമിനെ തുടർച്ച ചെയ്തുകൊണ്ട് തന്നെ ഇമാമിന്റെ പ്രവൃത്തിയിൽ പോകാതെ ഇമാമ് തിരിച്ചു വന്ന് സലാം വീട്ടുന്ന സമയത്ത് കൂടെ സലാം വീട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അല്ലാതെ വിട്ടുപിരിഞ്ഞോ പിന്നെ ഇന്തിളാർ ചെയ്യാന്ന് പറഞ്ഞ വകുപ്പ് ഇല്ല. അതുപോലെ തന്നെ ഒരു ഇമാമിനെ ഒരാള് ഉസ്റ് കൊണ്ട് വിട്ടുപിരിഞ്ഞു, ഷറഅനുവദിക്കുന്ന ഉസ്റ് കൊണ്ട് വിട്ടുപിരിഞ്ഞാൽ അതോടുകൂടി അയാൾക്ക് ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടൂല, ജമാഅത്തിന്റെ കൂലി കിട്ടും. എന്നാൽ പിന്നീട് ഉസ്റ് ഇല്ലാതെ മറ്റൊരു ഇമാമിനെ തുടരുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ അങ്ങനെ തുടരേണ്ട ആവശ്യമില്ല, ജമാഅത്തിന്റെ കൂലി ഇതുകൊണ്ട് തന്നെ കിട്ടും. ഉസ്റ് ഉണ്ടായിട്ട് വിട്ടുപിരിഞ്ഞത് കൊണ്ട് അയാളുടെ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടൂല. അപ്പൊ അയാൾ ഒറ്റയ്ക്ക് തന്നെ പൂർത്തിയാക്കലാണ് നല്ലത്. എന്നാൽ തെറ്റില്ലാത്ത നിബന്ധന ഒത്ത ഒരു ഇമാമിനെ തുടരാൻ കിട്ടിയാൽ ഇടക്ക് വെച്ച് തുടരുന്നത് കൊണ്ട് തെറ്റില്ല. കാരണം ഉസ്റ് കൊണ്ട് വിട്ടുപിരിഞ്ഞതായതുകൊണ്ട് അവൻ കുറ്റക്കാരനല്ല എന്നതുകൊണ്ട് രണ്ടാമത് ഇമാമിനോട് തുടരുന്നതിന് തെറ്റില്ല. പക്ഷെ ആ വിട്ടുപിരിഞ്ഞ ഇമാമിനെ തുടരുന്ന ഉസ്റ് ഉണ്ടായിട്ടായിരിക്കുമല്ലോ വിട്ടുപിരിഞ്ഞ, പിന്നെ അയാളോട് എങ്ങനെ രണ്ടാമത് പോയിട്ട് തുടരുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ നിസ്കാരത്തിന് പോയത് ഉസ്താദ്, അതുകൊണ്ട് ആണ് കൈ അങ്ങനെ പൊങ്ങിക്കിടന്നത്. ഉസ്താദെ, ഒരു മസാല ഇത് ഉസ്താദിനോട് ഒരിക്കൽ പ്രാവശ്യം ചോദിച്ചിരുന്നു. പിന്നെ എന്നോട് വേറെ ആളിത് ചോദിച്ചു ഉസ്താദെ. അതായത് സക്കാത്ത് കൊടുക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ ഭർത്താവുള്ള മകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ ഉസ്താദെ? ഇങ്ങനെ പറ്റുമെങ്കിൽ തന്നെ ഈ മകൾ എങ്ങനെയാ മിസ്കീനാവുക? ആ മകളുടെ മേലിൽ ചെലവ് കൊടുക്കേണ്ട ബാധ്യത ഭർത്താവിനല്ലേ ഉസ്താദെ? ഒരു ഭർത്താവ് ചെറിയൊരു മൂല്യമായ സേവനം നൽകുന്നു എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ ഭർത്താവിന് കൊടുക്ക്, മകൾക്ക് എന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഇബാറത്ത് എനിക്ക് അടിച്ചു തന്നു ഉസ്താദെ. ഇതാ നബി ഇമാമിൻ്റെ ഒരു ഇബാറത്ത്, ടെസ്റ്റ് അടിക്കല്ല ഉസ്താദ്, വായിച്ചോട്ടെ അത്. അപ്പോൾ ഒന്ന് ഉസ്താദ് അത് വിശദീകരിച്ചാൽ നന്നാൽ വല്ല ഉപകാരമായിരിക്കും. ഉസ്താദ് വിഷമമൊന്നും വിചാരിക്കേണ്ട, അത് ഒന്ന് ഉറപ്പ് ആൾക്കാർ പറഞ്ഞു കൊടുക്കാനാണ് ഉസ്താദെ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഷറഉൽ മുഅദ്ദബൊക്കെ നോക്കി മസല മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് നമ്മളെന്തിനാ മസല അറിഞ്ഞു കൊടുക്കണാലും വെറുതെ ആവശ്യമില്ലാത്ത പണി. നമ്മളിപ്പോ ഈ പഠിപ്പിക്കാന്നത് മാലിമീങ്ങളെ കിതാബോധി പഠിപ്പിക്കാനല്ല. ഒന്നും അറിയാത്ത എന്നെ പോലത്തെ ജാഹിലീങ്ങൾക്ക് സ്വന്തം അമല് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ അല്ലെങ്കിൽ തെറ്റ് തിരുത്താനൊക്കെ വേണ്ടിയിട്ടാണ്. എന്താണ് അയാൾ ആ വിവാദത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. മകൾക്ക്, വിവാഹിതയായ മകൾക്ക് ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഭർത്താവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഭാര്യയാണെങ്കിൽ അവരുടെ നഫക്ക ഭർത്താവിന്റെ മേൽ വുജൂബാണ്. അതുകൊണ്ട് ഫഖീർ മിസ്കീന് എന്ന നിലക്ക് അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അതേ സമയത്ത് ഫഖീർ മിസ്കീന് അല്ലാത്ത മറ്റു വല്ല നിലക്കും, ഉദാഹരണം കടം കൊണ്ട് വലഞ്ഞവരാണ്, അതല്ലെങ്കിൽ ഹലാലായ യാത്ര ആവശ്യത്തിന് വേണ്ടി കാശ് ആവശ്യമുള്ളവരാണ്, തുടങ്ങിയ കാരണങ്ങളുണ്ടെങ്കിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കാരണം അയാള് ചെലവ് കൊടുക്കൽ നിർബന്ധമായ പട്ടികയിൽ കെട്ടിച്ചമാട് പെടുന്നില്ല. എന്നാൽ ഭർത്താവ് ജീവിച്ചിരിക്കുകയും ആ ഭർത്താവിന് വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ച് ആ ഭാര്യക്ക് ഫഖീർ മിസ്കീന് എന്ന പട്ടികയിൽ വരാൻ നിവൃത്തിയില്ല. അപ്പൊ ഫഖീർ മിസ്കീന് എന്ന പട്ടിക അല്ലാത്ത വേറെ പട്ടികയിൽ അവൾക്ക് കാരണം ഉണ്ടെങ്കിൽ കൊടുക്കുക. അത് പിന്നെ പറഞ്ഞതാണ്, ഒരു പക്ഷേ ഹലാലായ കാര്യത്തിന് വേണ്ടി കടം വാങ്ങിയിട്ട് അത് വീട്ടാൻ പറ്റാത്ത സാഹചര്യം വരിക,
അതല്ലെങ്കിൽ ഹലാലായ യാത്ര ഉദ്ദേശിക്കുന്നു, ആ യാത്രക്ക് വേണ്ട യാത്ര ചെലവിനുള്ള പണം ഇല്ലാതിരിക്കുക പോലെയുള്ള സക്കാത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട 8 വിഭാഗങ്ങളിൽ ഫക്കീർ മിസ്കീന് എന്നതല്ലാത്ത ബാക്കി വല്ല കാരണവും ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ കൊടുക്കാം. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉസ്താദെ, ഈ വിഷയത്തിൽപ്പെട്ടതല്ലെങ്കിലും ഒരു ചോദ്യമുണ്ട്, പൊതുവായ ഒരു ചോദ്യമാണ്. സാധാരണ ഇപ്പൊ മഴക്കാലമാണല്ലോ നാട്ടില്, കേരളത്തിലൊക്കെ. അപ്പോ ഉസ്താദെ, ഈ മഴയത്ത് സാധാരണ തോടിലും അതുപോലെ പുഴയിലൊക്കെ സാധാരണ തേങ്ങയും അതുപോലെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഒലിച്ചു വരാറുണ്ട്. അങ്ങനെ ഒലിച്ചു വരുമ്പോൾ ആ സാധനം നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അതിന്റെ വിശദീകരണത്തോട് കൂടി ഉസ്താദ് ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒലിച്ചു വരുന്ന സാധനങ്ങൾ ലുഖ്തത്തിന്റെ ഹുക്മ് എന്ന് പറയും. അതായത് ഉടമയെ അറിയപ്പെടാതെ വീണ് കിട്ടിയ സാധനത്തിന്റെ വിധിയാണ്. അത് വെള്ളത്തിൽ ഒലിച്ചു വന്നതാണെങ്കിലും അത് തന്നെയാണ് വിധി. അതായത് ഉടമയെ അറിയാൻ ആവശ്യമായ നിരക്കുള്ള അറിയിപ്പുകൾ കൊടുക്കുക. എന്നിട്ട് നിശ്ചിത കാലാവധി വരെ ഉടമയെ കണ്ടു കിട്ടാതെ വന്നാൽ ഇത് ഞാൻ ഉടമയാക്കി എടുക്കുന്നു എന്ന് വാക്കാൽ പറയുക. എന്നിട്ട് സ്വന്തം പോലെ ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്താൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അതിന്റെ യഥാർത്ഥ ഉടമക്കാരൻ വരികയാണെങ്കിൽ ഇതിന്റെ മാർക്കറ്റ് വില കൊടുക്കാൻ ഇയാൾ ബാധ്യസ്ഥനാവും. ഉടമക്കാരൻ തീരെ വരാത്ത സാഹചര്യത്തിൽ അയാൾ അള്ളാന്റെ അടുക്കൽ ഹക്കുകാരനാവുകയും ഇല്ല. അതിന് അറിയിപ്പ് കൊടുക്കുകയും നിശ്ചിത കാലം കാത്തിരിക്കുകയും ചെയ്തതിന് ശേഷം ഉടമയാക്കി എടുക്കുക എന്ന്. അതേ സമയത്ത് പെട്ടെന്ന് കേടുവന്നു പോകുന്നതും സൂക്ഷിക്കാൻ പറ്റാത്തതുമാണെങ്കിൽ അത് എടുത്ത് ഞാൻ ഉടമയാക്കുന്നു എന്ന് വാക്കുകൾ പറഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ്. അതും തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഉടമക്കാരൻ വരികയാണെങ്കിൽ അതിന്റെ വില കൊടുക്കാൻ ബാധ്യസ്ഥനാവും. വന്നിട്ടില്ലെങ്കിൽ അവൻ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരനാവുകയില്ല. സാധനത്തിനനുസരിച്ച് ഈ അറിയിപ്പ് കൊടുക്കുന്നതിന് കാലദൈർഘ്യത്തിൽ ഏറ്റക്കുറവ് വരും. ഉദാഹരണം, വിലപിടിപ്പുള്ള മരങ്ങള്, മേത്തരം വസ്തുക്കള്, അങ്ങനത്തെ കേടുവരാത്ത വലിയ വിലപിടിപ്പുള്ള വസ്തുക്കളാണെങ്കിൽ ദീർഘകാലം തന്നെ പബ്ലിക്കിൽ പരസ്യം ചെയ്യണം. അതേ സമയത്ത് ഒരു തേങ്ങ, 2 തേങ്ങ പോലെയുള്ള ചെറിയ ഒരു ചക്ക പോലത്തെ ചെറിയ സംഗതികളൊക്കെ ആണെങ്കിൽ അത് ഏതാനും ദിവസങ്ങൾ നോട്ടീസ് വെച്ച് പരസ്യം ചെയ്താൽ മതിയാവും. അതേ സമയത്ത് പെട്ടെന്ന് കേടുവന്നു പോകുന്ന മാങ്ങ അതുപോലെയുള്ള പഴുത്ത പഴങ്ങളൊക്കെ ആണെങ്കിൽ, പെട്ടെന്ന് കേടുവന്നു ഓടാണെങ്കിൽ അത് അറിയിപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അറിയിക്കുകയും ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ തമല്ലുക്ക് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. തമല്ലുക്ക് ചെയ്യാൻ ഞാൻ ഇതിനെ ഉടമയാക്കി എടുത്തു എന്ന് പറയാം. അങ്ങനെ എടുത്തു കണ്ട് നമ്മൾ അതുപോലെ ഉപയോഗിക്കാം. എന്നിട്ട് പിന്നെ ഉടമക്കാരനെ കിട്ടിയാൽ അയാൾക്ക് അതിന്റെ മാർക്കറ്റ് വില കൊടുക്കാം. കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ടതും ഇല്ല. നമ്മളിപ്പോ തറാവി നിസ്കരിക്കുമ്പോൾ ഇവര് 8 റക്അത്ത് നിസ്കരിക്കുന്നവരെ തുടരുകയാണെങ്കിൽ അവര് വിത്ർ നിസ്കരിക്കുമ്പോൾ നമ്മള് തറാവിന്റെ നിയ്യത്തിനെ വെച്ചാണ്ട് പിന്നെ അവരെ 3 റക്അത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നീച്ച് നാൾ തുടരുന്നതിന് കുഴപ്പമുണ്ടല്ലോ ഉസ്താദ്? ഒന്ന് പറഞ്ഞു തന്നാലും വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. 8 റക്അത്ത് തന്നെ ഉള്ളൂ തറാവി എന്ന് വിശ്വസിച്ചു കൊണ്ടാണെങ്കിൽ അയാളെ തുടർന്ന് നിസ്കരിച്ചാൽ ആ ജമാഅത്തിന്റെ കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, നിസ്കാരം തന്നെ സഹിയാവൂല. അതേ സമയത്ത് ഇവിടെ സൗദി അറേബ്യയിലുള്ള 95% ഇമാമിയങ്ങളും തറാവി 20 റക്അത്താണെന്ന് വിശ്വസിക്കുന്നതോടുകൂടി സൗകര്യത്തിന് വേണ്ടിയോ ചിലപ്പോൾ മേലോർത്ത് നിന്നുള്ള ഓർഡറിന്റെ പേരിലോ 8 നിസ്കരിക്കുന്നവരാണ്.
അങ്ങനത്തെവരോടാണെങ്കിൽ തുടർന്ന് നിസ്കരിക്കാം. ബാക്കി വിത്ർ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് വിത്ർ എന്ന ഉദ്ദേശത്തോടു കൂടി നിസ്കരിക്കാതെ അതും തറാവീഹി എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നിസ്കരിക്കാവുന്നതാണ്. പക്ഷെ ഒറ്ററക്കയത്ത് നിസ്കരിക്കുമ്പോൾ തറാവീഹി ആവൂല എന്ന് മാത്രം. മനസ്സിലായില്ലേ? അപ്പൊ വിശ്വാസം കൂടി നോക്കണം. ആകെ 8 റക്കഅത്താണ് തറാവീഹി എന്ന് വിശ്വസിക്കുന്നവനാണെങ്കിൽ ആ നിസ്കാരം തന്നെ സഹിയല്ലാതെ, ആ നിസ്കാരം തന്നെ സഹിയല്ല. അതുകൊണ്ട് അയാളോട് തുടർന്നാലും സഹിയാവൂല. എന്നാൽ 20 വിശ്വസിച്ചുകൊണ്ട് ചിലപ്പം മേലെ ഉത്തരവാദപ്പെട്ട മസ്ഊലിങ്ങളുടെ നിർദ്ദേശം കൊണ്ടോ അതല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേക സാഹചര്യം കൊണ്ടോ 8 നിസ്കരിക്കുന്നുള്ളൂ എന്ന് മാത്രം, എന്നാൽ 20 നിസ്കരിക്കൽ സുന്നത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുമാണെങ്കിൽ അങ്ങനെ അയാളോട് തുടർന്ന് നിസ്കരിക്കാം. അത് വിത്ത് നിസ്കരിക്കുന്ന സമയത്തും തറാവി എന്ന നെയ്യത്തോടു കൂടി തുടരുന്നതിനും കുഴപ്പമില്ല. അസ്സലാമലൈക്കും. എന്റെ ഒരു സംശയം, ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇമാമ് അത്തഹിയ്യാത്തിലാണ്. അപ്പോ രണ്ട് മഅ്മൂമീങ്ങൾ വന്നു, 2 ആൾക്കാർ വന്നു. അവര് അക്കൽ ജമാഅത്തായ 2 ആൾക്കാരുണ്ട്. അവര് ഇമാമിനോട് കൂടെ അത്തഹിയ്യാത്ത് തുടരുകയാണോ വേണ്ടത്, അല്ല ഇമാമിനോട് തുടരാതെ ഇമാം സലാം കിട്ടുന്നവരെ കാത്തു നിന്നിട്ട് ജമാഅത്തായി നിസ്കരിക്കുകയാണോ, ഏതാണ് അഫ്ളൽ എന്ന് പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും. അതൊക്കെ 2 ദിവസം മുമ്പ് ഫത്വയിൽ ഓതി പോയതാണ്, നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അതാ ഉടൂത്തറക്കാത്തിലെ കഴിഞ്ഞതിന് ശേഷം ഒന്നിലധികം ആളുകൾ വന്നാൻ വേണ്ടി കഴിഞ്ഞ് ഇപ്പൊ 2-3 ദിവസം മുമ്പ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇനി ബാങ്ക് കൊടുക്കാൻ തൊട്ട് സമയമായിട്ടുണ്ട്. അതുകൊണ്ട് കുറെ ആളുകൾ കൂടി ബാക്കിയുണ്ട് എന്നറിയാം. പക്ഷെ ഇനി തുടർന്നാല് ബാങ്ക് ആവും. അതുകൊണ്ട് തൽക്കാലം ബാക്കിയുള്ള ആളുകളോട് ക്ഷമ ചോദിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ വീണ്ടും കാണാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ദ്വാരക്കാനും സമയമില്ല. നാളെ നമുക്ക് എന്തോ ബാക്കി വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കുറച്ച് നേരത്തെ നിർത്തിയിട്ട് 3:30 നിർത്തിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഇന്ന് സമയമില്ല. ഇന്ന് മൊത്തമായിട്ട് ചെറിയൊരു ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. റഹ്മാനായ റബ്ബ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെയും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടി ജീവിച്ച് മരിച്ച് അവരോടൊപ്പം സ്വർഗത്തിൽ പോകാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. പരിക്കേറ്റ അപകടത്തെ പറ്റി ആശുപത്രിയിലുള്ളവരുണ്ട്, നീ പൂർണ്ണ ശിഫ നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്. ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യങ്ങളൊക്കെ നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. ബിസിനസ്സുകാര് ഏർപ്പാടുകാരൊക്കെ വളരെ ബേജാറിലാണ് റബ്ബേ. എല്ലാ നിലക്കുള്ള ഖൈറും ബറക്കത്തും സലാമത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മാറാവ്യാധി രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ആഫിയത്തിന് അവസാനം വരെ നിലനിർത്തി തരണേ റഹ്മാനെ. ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന് ഉലമാക്കൾക്കും നേതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും സലാമത്തും നൽകണേ റഹ്മാനെ. എല്ലാ ഖൈറായ പ്രവർത്തനത്തിനും നീ തൗഫീഖ് ഏറ്റി കൊടുക്കണേ റഹ്മാനെ. അവസാനം മരണം ഖൈറാവുന്ന സമയത്ത് ഹുസ്നുൽ ഖാത്തിമത്തോടുകൂടി ഈമാൻ സലാമത്തായി കൊണ്ടുള്ള മൗത്ത് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖബറിടം നീ സ്വർഗത്തോപ്പാക്കി തരണേ റഹ്മാനെ. മാശറയിൽ നിന്റെ അർശിന്റെ തണലേഖപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തൃക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും ആ ഷഫായത്ത് കൊണ്ട് വിജയിക്കാനും നീ ഭാഗ്യം തരണേ അല്ലാഹ്. നിന്റെ ശിക്ഷയുടെ വീടാവുന്ന കോപത്തിന് വീടാവുന്ന നരകത്തിൽ നിന്ന് എത്തിക്ക് ചെല്ലി നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന സ്വർഗലോകത്ത് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ ഉലിയാ തുറതാക്കളുടെ സ്വാലിഹ്യങ്ങളുടെ ജിവാറിലായി ഒരുമിച്ച് കൂടി നിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഉപ്പാപ്പ ഉമ്മാമ്മമാര്, അമ്മോഷൻ അമ്മായിമ്മമാര്, ഭാര്യ, മക്കൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്ന, വസ്ത്രം തന്ന, മറ്റ് സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകൾ, ദീനിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളോട് ദുആ വസിയ്യത്ത് ചെയ്ത ഞങ്ങൾ ദുആ വസിയ്യത്ത് ഏറ്റെടുത്ത എല്ലാ മുഅ്മിനും
മുഅ്മിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ദുനിയാവും ആഖിറവും നീ ഖൈറിലും സലാമത്തിലും റാഹത്തിലും ആഫിയത്തിലുമാക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അൻബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.